Good evening and welcome to your favorite show. ശരിക്കും ഇന്നത്തെ ഒരു ഈവന്റ് കാണാൻ നിങ്ങൾ എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ നിങ്ങളെക്കാൾ അല്ലെങ്കിൽ ഒരു പടി അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് എക്സൈറ്റ്മെന്റോട് കൂടി ഇതവിടെ എൻറ്റയർ ടീം ഇവിടെ ഉണ്ട് കേട്ടോ. സോ നമ്മുടെ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് ലെറ്റ്സ് വെൽക്കം ദ എൻറ്റയർ ടീം ടു സ്റ്റാർ മാജിക്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഇവന്റ് ആണ്. ഡാൻസ് കളിച്ച് ഞങ്ങൾ ചെറുതായി ഒന്ന് കിതച്ചെങ്കിലും നമുക്ക് കിതപ്പില്ല. ലക്ഷ്മി, കിതപ്പ് ഞങ്ങൾ പുറത്തറിയിക്കുന്നില്ല. ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഞാനൊരു പുതിയ ആൽബം ഡയറക്ട് ചെയ്യാൻ പോവുകയാണ്. സത്യമായിട്ട്. അതാണ് നമ്മളിവിടെ താട്ടി ചെലവച്ച ഞങ്ങൾ വെറുതെ ആരും വെക്കില്ല. അതാവുമ്പോ പേയ്മെന്റ് കൊടുക്കണ്ട. അങ്ങനല്ല, പേയ്മെന്റ് നമ്മൾ മാനുവായിട്ടുള്ള പേയ്മെന്റ് എടുക്കും. നമ്മള് ഖൽബാണ് ഫാത്തിമ ഇല്ലേ, ഖൽബാണ് ഫാത്തിമന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഇയാടെ കല്യാണം നൂലുകെട്ടിന്റെ ആൽബം എനിക്ക് എന്നിട്ട് ആ നൂല് കിടന്ന് കാണും രണ്ടുപേരെ വെച്ചിട്ട്. ഖൽബാണ് ഫാത്തിമയുടെ സെക്കൻഡ് പാർട്ട് അടുത്തോട്ട് ഇവരെ രണ്ടുപേരാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പം പെട്ടെന്ന് മനസ്സിലാക്കില്ല. ഞാൻ വർഷങ്ങളായിട്ട് എന്റെ സ്ക്രിപ്റ്റ് ആണ്. കാസ്റ്റിംഗ് ഞാൻ നേരത്തെ ചിന്തിച്ചു. ലോട്ടറി എടുക്കുമ്പോൾ അടിക്കാറില്ല, ഇപ്പൊ ലോട്ടറി അടിച്ചു. എല്ലാവരും ആശംസ പറയണം. ഫാത്തിമയുടെ കിഴങ്ങൻ എന്ന എന്റെ ആൽബം, ഫാത്തിമയുടെ സ്വന്തം കിഴങ്ങൻ എന്ന അങ്ങനെയാണെങ്കിൽ ഒരു കിഴങ്ങിനെ കൊണ്ട് തന്നെ ഡയറക്റ്റ് ചെയ്യിപ്പിക്കണം. ഇല്ല, എനിക്കൊരു കിഴങ്ങ് പ്രൊഡ്യൂസറിന്റെ ആവശ്യമുണ്ട്. വരാൻ പറ്റുമോ? അല്ല, ഡയന ഇങ്ങനെ കണ്ടപ്പോഴാണ് ലൈക്ക് നമുക്ക് പെരുന്നാൾ സ്പെഷ്യൽ സ്റ്റാർ മാജിക് നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബിലേറ്റഡ് ഈദ് മുബാറക് വിഷസ് നേർന്നുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. പെരുന്നാൾ എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കണു. അപ്പൊ ബിലേറ്റഡ് ഈദ് മുബാറക്. ലക്ഷ്മി, ചാച്ചൻ എന്തോ പറയാനുണ്ട്. ചാച്ചൻ പറഞ്ഞു. ഖൽബാണ് ഫാത്തിമ എന്ന് പറയുന്നതിന്റെ സെക്കൻഡ് പാർട്ടാണോ? അങ്ങനെ പേരൊന്ന് മാറ്റി പിടിക്കണം. അദ്ദേഹം നായകനാണെങ്കിൽ കിഴങ്ങാണ് ഫാത്തിമ എന്നാക്കിയാൽ ചേട്ടാ, നിങ്ങൾ രണ്ടുപേരും എങ്ങനെ തന്നെ നിൽക്കാവോ ഈ എപ്പിസോഡ് മുഴുവൻ? രണ്ടുപേരും ഇങ്ങനെ വയറ് മുട്ടിവിട്ട് നല്ല വൈറലാവാനാ എപ്പിസോഡ്. ഫസ്റ്റ് ഞാൻ അടിച്ചു കയറ്റിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുമ്പ് ലക്ഷ്മിനെ എനിക്ക് വിട്ടു തന്നെ. എന്തിന്? ചെതമ്പല് പഠിച്ചിട്ട് ഉറക്കാനോ ഉച്ചയ്ക്ക്. FTV കണ്ടിട്ടാണോ കിടന്നത്? അല്ല, മൊത്തത്തില് ഭയങ്കര ഹോട്ട്. ഇതൊന്നല്ല അവിടെ വാർക്കപ്പണി നടക്കുന്നുണ്ട്. മെക്കാട് രാജൻ ചേട്ടന്റെ അടുത്ത് മണലരിക്കുന്ന നെറ്റ് കൊടുത്തിട്ട്. ഈ ഡ്രസ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്താണ്? രാവിലെ സൈക്ലിങ്ങിന് പോകാം, ജോഗിങ്ങിന് പോകാം, കിടന്നുറങ്ങാൻ വേനൽക്കാലത്ത്. എന്റെയാണോ? രാവിലെ ഓടാൻ പോവാണ് നീ ഡ്രസ് ഇട്ടുകൊണ്ട്. ഞാനോർത്ത് എന്റെ ഡ്രസ്സിന്റെ കാര്യം. പിന്നെ ഈ ഡ്രസ്സിന്റെ കാര്യം സൽമാൻ ഖാൻ കഴിഞ്ഞാൽ പിന്നെ ഈ ദേഹത്ത് മാത്രമേ ഈ ഡ്രസ്സ് ചെയ്യൂ. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോ രണ്ട് ഒളിക്യാമറ ഒളിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡിൽ അനുവിന്റെ ഇങ്ങനെ പുറകെ ഫിഷ് കന്യകയായിട്ടുണ്ട്. ഇത് പറയാൻ വേണ്ടി ഇവിടെ പല ഡയലോഗുകളും പറയുമ്പോ ഇവൻ മുദ്രയില് ഇത് പറയാൻ വേണ്ടിട്ട് പുള്ളി റിഹേഴ്സൽ ചെയ്തോണ്ടിരിക്കും. എന്താണെന്നറിയോ സംഭവം? കർക്കിടക മാസം എടുക്കും തോറും സംഭവം മൂർക്കും. അതാണ് നിന്റെ സാധാരണ കന്നിമാസത്തിലല്ലേ വരണ്ടേ? ഇല്ല, ഇത് കർക്കിടക മാസത്തിൽ ഇത് മൂർധന്യാവസ്ഥയിലെത്തും. ലക്ഷണമാണിത്. കൈയുടെ ഒരത്തേല് മീശ വെച്ച ആളെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ തിരിഞ്ഞു നമ്മളെ. ഇത് മൊത്തം എന്റെ മേലേക്കാണല്ലോ. ഇത് മീശയല്ല മിസ്റ്റർ, നമ്മുടെ സൈക്കിളിന്റെ പൂവില്ലേ?
അപ്പോ ഇന്ന് നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഈവന്റിലേക്ക് നമ്മൾ കാത്തിരുന്ന ആ ഒരു നിമിഷം എത്തുകയാണ്. ഒരുപാട് കൗണ്ടേഴ്സ് ഒക്കെ പറഞ്ഞെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരും എങ്ങനെ പിടിച്ചു നിൽക്കുന്നുള്ളൊരു ചെറിയൊരു ടെൻഷൻ നമുക്കുണ്ട്. നമ്മുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് സ്റ്റാർ മാജിക്കിന്റെ ഈവന്റിൽ നമ്മുടെ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ദ റിയൽ ലേഡി സൂപ്പർ സ്റ്റാർ. ഒരു വലിയ കൈഡിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ഊർവശി ചേച്ചി. നമ്മുടെ മലയാള സിനിമയിലെ ഒരു അൺഅവോയ്ഡബിൾ ഫാക്ടർ. ചിരിപ്പിക്കാൻ അറിയുന്നവർക്ക് കരയിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കരയിപ്പിക്കാൻ അറിയുന്നവർക്ക് ചിരിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഏത് കഥാപാത്രമാവട്ടെ, അസൂയാവട്ടെ, കുശുമ്പാവട്ടെ, കുരുട്ടാവട്ടെ, എല്ലാം ഈ കൈകളില് അല്ലെങ്കിൽ ഈ മുഖത്ത് അല്ലെങ്കിൽ ഈ മനസ്സിൽ അത് ഭദ്രാണ്. ചേച്ചിക്കൊരു വലിയ കൈഡി. We welcome you, wholeheartedly welcome you to Star Magic. ഇത്ര നാൾ എവിടെയായിരുന്നു? നമ്മൾ ടമാർ പടർ തുടങ്ങിയ അന്ന് മുതൽ 7ാം വർഷത്തിലേക്ക് കടക്കുക. ഒരുപാട് തവണ ഇവിടുന്ന് വിളിച്ചിട്ടുണ്ട്. ഒത്തിരി തവണ. എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്താണ് അനൂപ്, എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ പോലെ കണക്കാക്കുന്ന പയ്യന അനൂപ്. ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ പേര്, പിന്നെ എല്ലാവരും ചിരിയുടെ ലോകത്തുള്ളവരാണ്. നമുക്ക് ചിരിയല്ലാതെ ഒന്നും ഛേദമില്ലാതെ കൊടുക്കാൻ ഈ ലോകത്ത് വേറെ എന്തുവാ ഉള്ളത്? സത്യം അല്ലേ? അപ്പോൾ ഒരാളിനെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. അപ്പോൾ ഈ സ്റ്റണ്ട് മാസ്റ്റർമാരും ഡാൻസ് മാസ്റ്റേഴ്സൊക്കെ പണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാട്ടും സ്റ്റണ്ടും ഒക്കെ പ്ലാൻ ചെയ്യുമ്പം ചേച്ചി ഇത് എന്തെങ്കിലുമൊക്കെ കോമഡി ആയിട്ട് കാണിച്ചോളൂ. അതുപോലെ ഡാൻസ് മാസ്റ്റേഴ്സും കുറച്ച് കോമഡിയായ ഏതാവത് മൂവ്മെൻറ്റ് പണ്ണുങ്കോ. എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. കാരണം ഏതാവത് പണ്ണുങ്കോ എന്ന് പറയുന്നതല്ല കോമഡി. പ്രോപ്പറായിട്ട് ഇന്നത് ചെയ്യണമെന്ന് ധാരണയില്ലാതെ ചെയ്യാൻ പറ്റില്ല. നമ്മളൊരാളിനെ ചിരിപ്പിക്കാന്ന് പറഞ്ഞ് എന്തെങ്കിലും കോമാളിത്തരം കാണിച്ചാൽ ഇറിറ്റേറ്റ് ആവും ആൾക്കാർ. അപ്പം നിഷ്കളങ്കമായിട്ട് ആരെയും വേദനിപ്പിക്കാത്ത കോമഡി, പരിഹസിക്കുന്ന കോമഡിയോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ പണി പാളിയിലോ ഇവിടെ. ഇവരൊക്കെ അറിയോ സ്റ്റാർ മാജിക്? ശരിക്കും ലൈക്ക് ഈ പ്രോഗ്രാം കാണാറുണ്ടോ? അയ്യോ, ഞാൻ റെഗുലർ ആയിട്ട് കാണും. ഇനിയിപ്പം ആ സമയത്ത് കാണാൻ പറ്റില്ലെങ്കിൽ റിപ്പീറ്റ് ഇരുന്ന് കാണും. എന്റെ മോനും കാണും. അത് കാണും. സത്യമാണോ? നമ്മളെ കാണുമ്പോ പറയും ചേച്ചി അത് നിങ്ങളുടെ ഗെയിം ഷോ. നോബിയൊക്കെ ഇല്ല ഉരുണ്ട ചില സാധനത്തിൽ കൂടെ ഇങ്ങനെ. ചേച്ചി അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഗെയിം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുവര്. ചാട്ടവാറ് കൊണ്ട് അടിക്കുന്ന അടിച്ചടിച്ച് ചേച്ചി അത് ഏറ്റവും 6 വർഷമായിട്ട് അതിയുള്ളത്. അതെ, എന്നെ തല്ലുമ്പോ ഭയങ്കര കോമഡിയാന്നാ പറഞ്ഞത്. അത് കിട്ടുന്നു. തോൽവിയാണ്. അതുകൊണ്ട് ഈ പരിപാടി ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ എന്റെ ബാക്കിന്റെ പച്ചവണ്ടാണ്. ശ്രീവിദ്യ ഒരടി. അപ്പൊ ഇതിന്റെ ശബ്ദം എന്നൊരു ശബ്ദം. ചേച്ചി അവളല്ലാതെ ഒന്നും അല്ലാതെ ഒച്ച കേൾപ്പിക്കാറില്ല വായിക്കൊണ്ട്. എന്നെ അടിക്കണമെങ്കിലും ആ ഒച്ച പുറത്ത് വരട്ടെ. ഇപ്പോഴാണ് ചേച്ചി ഒരു കാര്യം മനസ്സിലായത്. ചേട്ടനെ ഇനി തല്ലിക്കഴിഞ്ഞ അവിടെ തയമ്പ ഏക്കത്തില്ല. എനിക്ക് വല്ലപ്പോഴാണ് ഭയങ്കര വേനയാ. ചേച്ചി വിചാരിച്ച എന്താണെന്നറിയോ? അടിമാലി ഒരു ദിവസം കണ്ട് അടി കിട്ടിയത് അത് റീടെലികാസ്റ്റ് കാണുന്നതാണെന്ന്. അതെ അതെ. ചേച്ചി അത് മനസ്സിലാക്കുന്ന ഡ്രസ് നോക്കണം. എന്തായാലും എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ കുട്ടിക്കാലത്തിലേക്കൊക്കെ ഉള്ള കുറെ മെമ്മറീസിലേക്കൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത്. വീട്ടിലെ പൊടിമോളല്ലേ ഇത്? വീട്ടിലെ പൊടിമോളാണ്. 5 മക്കളിലെ ഏറ്റവും ലൈക് പൊടിമോൾ എന്ന് എല്ലാവരും വിളിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിൽ കൂടുതലായിട്ട് നോട്ടിനെസ് ഉണ്ടായിരുന്നു, ജഗജില്ലയായിരുന്നു എന്നാണ് ഒരു അറിവ്. അല്ല, ഞാൻ എന്റെ നോട്ടിനെസ് ഒക്കെ സത്യം പറഞ്ഞ എന്റെ കൂട്ടുകാരുടെ കൂടെ ഉണ്ടായിരുന്നു. വീട്ടിൽ എന്നെക്കാളും ജഗജാല കില്ലാടി കൽപ്പന ചേച്ചി ഉണ്ടായിരുന്നു. കൽപ്പന ചേച്ചിയെ വെല്ലാനായിട്ട് ലോകത്തിന് ഒരു നോട്ടിക്കും സാധിക്കും. അതിലൊക്കെ എടുത്ത് ചാടിക്കളയും. ചേച്ചി ചെയ്തിട്ടില്ല.
അങ്ങനെ ഭീകര പിള്ളേടിയായിരുന്നു. മിക്കവാറും മരത്തിലിരുന്ന് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. മേളി മരത്തിന്റെ മണ്ടയ്ക്കൊക്കെ കയറിയിരുന്ന ചേച്ചി എന്തെങ്കിലും ഓർമ്മകളൊന്ന് ഷെയർ ചെയ്യാൻ ഓർമ്മകളിൽ അത് മാത്രമേ ഉള്ളൂ. ഈ കൽപ്പന ചേച്ചി കുറുമ്പ് ചെയ്തിട്ട് ചേച്ചിക്ക് കടിയിട്ടിട്ടുണ്ടോ? അയ്യോ അടി കിട്ടിയിട്ടുണ്ട്. എന്റെ തലയിൽ 5 സ്റ്റിച്ചുണ്ട്. അച്ഛനൊന്നും ചോദിക്കണ്ട എന്റെ അടുത്ത്. ഞാൻ അവളുടെ കൂടെ ചേർന്ന് അവൾ പറയുന്ന എല്ലാം കേട്ടോണ്ട് അവള് കൂട്ടുകാരുടെ വീട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചു തരുന്നൊക്കെ ഞാൻ തിന്നും ഒക്കെ ചെയ്യും. പക്ഷെ എന്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് വല്ലയിടത്തും പോയി വീട്ടിൽ പോയി കഴിക്കരുത്, പിള്ളേരെ പിടിപ്പുകാരാണ് നമ്മളെ മയക്കി. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ വന്നോന്നെ അച്ഛൻ ഒന്നുമില്ല, മക്കളെ സ്കൂള് വിട്ട് വന്നോ? ഞാൻ അല്ല അച്ഛാ, ഈ മിനി ചേച്ചിയാണ് കൊണ്ടുപോയി ജ്യൂസ് വാങ്ങിച്ചു തന്നു, ചോക്ലേറ്റ് വാങ്ങിച്ചു തന്നു. അപ്പൊ തന്നെ അച്ഛൻ വാരിയിലിരിക്കുന്ന ആ ചൂരലെടുക്കും. സ്കൂളിൽ ബെല്ലടിക്കുന്ന പോലെ കൃത്യം എന്നും കൊടുക്കുന്ന 2-3 കൊടുക്കും. ഈ പൊടിക്കൊച്ചിനെ കൊണ്ട് എന്തിനാ കൊണ്ടുപോയെന്ന്. അപ്പൊ ഈ വൈരാഗ്യം ഇങ്ങനെ കാണും. എല്ലാം കഴിഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ പോയി അച്ഛൻ നോക്കിയോണ്ട് പറഞ്ഞാനെ മിനി ചേച്ചി അപ്പം നുള്ളൊക്കെ കിട്ടും. അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഒരു ദിവസം ജനൽ തുറന്നു വെച്ചിരിക്കുവായിരുന്നു, ഇതിലോട്ട് പിടിച്ച് തള്ളി. ഈ തള്ളിയത് പോയി വീണത് ഇതിന്റെ ആ തുമ്പ് ഇവിടെ ഒന്ന് ഇടിച്ചു. അപ്പൊ തന്നെ കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ ഇട്ടു. അതിന്റെ പേരിൽ ഒരു 10-12 പിന്നെയും കിട്ടി പിന്നെ ചേച്ചിക്ക്. പക്ഷെ ഒരു നാണം എന്തായാലും കൽപ്പന ചേച്ചി ഓർക്കാണ് കേട്ടോ ഈ ഒരു വേളയിൽ. തീർച്ചയായിട്ടും. അയ്യോ ഇവിടുത്തെ പൊടിമോള് ഞാനാ. ഇവിടെ കിടക്കുന്ന പൊടിയൊക്കെ ഈ മോളാണ്. ഏറ്റവും ചെറുതാന്നുള്ളൂ പ്രായം കൊണ്ട്. അല്ല ഹൈറ്റ് കുറവെന്നാണ് ഇവിടുത്തെ ഏറ്റവും കൊച്ചുകുട്ടിതാണ്ടോ മോളെ? 12th കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഫുൾ A+ കേട്ടോ. ഞാൻ അത് കണ്ടു, ഞാൻ എപ്പിസോഡ് കണ്ടു. എല്ലാം മാർക്ക്. അയ്യോ നന്നായിട്ട് പഠിക്കണം. മിടുക്കി. മീൻ വേണമെങ്കിൽ നേരത്തെ പറയണം കേട്ടോ. വല തീർന്നു പോവും. വല കുടഞ്ഞിട്ടേ ഉള്ളൂ. ഇച്ചിരി വില കൂടും. ചേച്ചിക്ക് വേണോ? ഫ്രഷ് ആയിട്ട് മീനെ കൊണ്ടുപോവാ. ചേച്ചിയുടെ ഈ പ്രസൻസ് തന്നെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാ. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹത്തിന്റെ മുന്നിൽ ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ് അല്ല 4 ഗിഫ്റ്റ്. 4 ഉണ്ടോ? 4 55 LED TV കിട്ടണ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്തായിരുന്നു? എന്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു തഞ്ചാവൂരുള്ള ഒരു അമ്മയുണ്ട്. ആ അമ്മ എനിക്ക് മോരുമുളകും അടമാങ്ങ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, കണ്ടിട്ടുണ്ടോ? മുളകൊക്കെ പരട്ടിയിട്ട് വെറുതെ. അതല്ല കൊച്ചേ, അടമാങ്ങ എന്ന് പറയുന്നത് ഈ മാങ്ങ വേവിച്ചിട്ട് ഉപ്പുവെള്ളത്തിലിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചിട്ട് ഉപ്പുവെള്ളത്തിലിട്ട് വെക്കും. ഇത് 1 വർഷം വരെ കേടാവാതെ ഇരിക്കും. ഇതിനെ എടുത്ത് നമുക്ക് കറിയിലിടാം, അല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ തൈര് ഒഴിച്ച് കഴിക്കുമ്പോൾ ഇത് വെച്ചിട്ട് ഞെരടി കഴിക്കാം. ഈ അനുവിനെ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞില്ല കേട്ടോ, കേടായിക്കൊണ്ടിരിക്കുന്നു. കണ്ണിമാങ്ങ ഉപ്പിലിടുന്ന പോലെ ഇത്രയും വലിയ മാങ്ങ ഉപ്പിലിടും. പിന്നെ അവിടെ വിളഞ്ഞ കപ്പലണ്ടി ഇത്രയുണ്ട്. അത് പുഴുങ്ങി തിന്നുന്ന കപ്പലണ്ടിയാ. ശരി, നിങ്ങളെല്ലാരും വരുമ്പോ ചിന്തിച്ചില്ല ഞാൻ ആ കപ്പലണ്ടി കൊണ്ടുവരാൻ. കുഴപ്പമില്ല, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. ആയിക്കോട്ടെ. പിന്നെന്താ സന്തോഷം. ശരി, അപ്പോ അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വന്ന ഈ പ്രസൻസിന് തിരിച്ച് 4 സമ്മാനം നമ്മൾ കൊടുക്കാൻ പോവാ. ചേച്ചി ഒന്ന് ചേച്ചിയുടെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചേച്ചിയുടെ ലൈഫില് കരിയറിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗിഫ്റ്റുകളാണ് നമ്മൾ ചേച്ചിക്കായിട്ട് സമ്മാനം തന്നിട്ടുള്ളത്. 1 2 3 4. പക്ഷെ ഇത് എങ്ങനെ ചുമക്കും? ഞാൻ ഫ്ലൈറ്റിലൊന്നും കയറ്റത്തില്ല. ഡ്യൂട്ടി ഇത് ഫ്ലവേഴ്സ് ആണ്, എല്ലാം വീട്ടിലേക്ക് എത്തിച്ച് തന്നോളും. ഇതിനകത്ത് ആൾക്കാരെ വല്ലതും അടച്ചിട്ട് തരുന്നുണ്ടല്ലോ. തങ്കച്ചന്റെ കൂട്ടുള്ളവർക്കൊക്കെ അത്യാവശ്യം കടന്നു വരാൻ പറ്റുന്ന സാധനമാണ്. ശരി, ഇവിടെ തങ്കച്ചനെ കാണാത്ത സ്ഥിതിക്ക് ഇനി അവനെ അതിനകത്ത് വെച്ച് അടച്ചോ നിങ്ങള്? എല്ലാ എപ്പിസോഡും കാണാറുണ്ടല്ലേ? ശരി, ഇതിൽ ഓരോ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. തുടങ്ങാം. ഏറ്റവും ആദ്യം ചേച്ചിക്ക് സർപ്രൈസ് ഇഷ്ടമാണല്ലോ, അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് ഈ അറ്റത്തുനിന്ന് തുടങ്ങാം അല്ലേ? പെൻഷനല്ലേ ഈ പെണ്ണിന്റെ മുഖത്ത്? കള്ളം പറഞ്ഞാലും സത്യം പറഞ്ഞാലും ഒരേ ഭാവമായി ലക്ഷ്മി പെണ്ണിന്റെ മുഖത്ത്. അപ്പൊ എനിക്കത് വിശ്വാസം ഏതാണ്ടോ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അടുത്തോട്ട് ചെല്ലണോ? എല്ലാവോ? വല്ലതും ഇറങ്ങി വന്ന് മാന്തോ പ്രാണ്ടോ വല്ലതും ചെയ്യുവോ? തുറക്കട്ടെ? തുറന്നു. ചേച്ചിയുടെ മുഖത്ത് എന്തോ ഒരു ചിരിയില്ലായ്മ. പേടിക്കണ്ട. അയ്യോ, ഇതിന്റെ സ്ഫടികത്തിലാ സാധനം അതല്ലേ? ഓ, അടിമേടിക്കാൻ വന്നാണ്. സൂപ്പർ.
എന്തായാലും അറിയുന്നോ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ചിറ്റിക്കിട്ട് അടി കിട്ടും. അല്ല ഉഗ്രൻ. ആടുതോമയ്ക്ക് സ്വാഗതം. നല്ല ഗെറ്റപ്പായിരുന്നു കേട്ടോ. ഒരു വളരെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. തോമയെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചേച്ചി ഗെറ്റപ്പ് ഇവിടെ അവസാനിക്കുന്നില്ല, തുടങ്ങാൻ പോണേ ഉള്ളൂ. തുടക്കം പോകുന്നുള്ളല്ലോ. എന്തിനിത് സൂക്ഷിച്ചു വെച്ചു? ഈ ഓട്ടക്കാരനെ എന്തിനു കൂട്ടിക്കൊണ്ടുവന്നു? ഇന്നത്തെ കാലത്ത് ഓട്ടക്കാരനെ ഇട്ടാ വലിയ പാടായതുകൊണ്ട് 25 വയസ്സുവരെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. അതെ അതെ അതെ. ഓട്ടം ഇല്ലാത്തൊരു കാലണ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. ഉപ്പുകല്ലിൽ നിന്ന് കൂട്ടുകാരനെ പറഞ്ഞ ഇവൻ ഓട്ടക്കാലനല്ല, മുടിഞ്ഞ കാലനാണ്. ചാക്കോ മാഷ് എന്റെ അപ്പനല്ല നിന്റെ അപ്പനാണ്. കൈയാണിടാം കൈയാണി. കാരണം അല്ലാതെ പിടിച്ചിരിക്കാൻ പറ്റൂല. ഇനി വല്ല വേറെ ആ പ്രോപ്പർട്ടി എല്ലാം കൊണ്ടുവന്നിട്ടോ. ഉഗ്രൻ. അനൂപ് സൂപ്പർ. വെടിവെച്ച പൊട്ടാത്ത കരിമ്പാറയെ ഒന്ന് കുലുക്കി. അരുമ്പാറയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അരുമ്പാറ പോണമെങ്കിൽ പിന്നെ അരുവിക്കര പോയി മീനിന് പൊരിയിട്ട് കൊടുത്തത്. അതിൽ നല്ലത് പച്ച ഈർക്കിളിയിൽ ഇങ്ങനെ ആസിഡ് മുക്കിയിട്ട് കറക്റ്റ് അരിമ്പാറയുടെ പുറത്ത് വെച്ചാൽ കരിഞ്ഞ് അരിമ്പാറ അല്ല, ഒരു അൽഫാമിന്റെ മണം ആട്ടരുത്. ഈ അതിന്റെ രക്തം എവിടെ വീണോ അവിടെ എല്ലാം ഈ അരിമ്പാറ പടരും. ഇത് അരിമ്പാറ അല്ല, കരിമ്പാറ. കരിമ്പാറയാണോ ഉദ്ദേശിച്ചത്? ഇത് സിനിമയിലുള്ള കരിമ്പാറ. ചാക്കോ മാഷ് എന്റെ അപ്പുറല്ല നിന്റെ അപ്പുറമാണ്. DNA ടെസ്റ്റ് വേണം, DNA ടെസ്റ്റിന്റെ പേപ്പർ വേണം. ദൈവമേ. അതെ, വെടിവെച്ച പൊട്ടാത്ത കരിമ്പാറയെ ഒന്ന് കുലുക്കി. അത് അങ്ങനെ ഒരു സാധനം ഉണ്ട്, കുലുക്കി. അങ്ങനെ ഒരു സാധനം ഉണ്ട്, കുലുക്കി. ഈ ഓട്ടക്കാലണയ്ക്ക് വിലയുണ്ടെന്ന് കടുവാ ചാക്കോയ്ക്ക് കാണിച്ചു കൊടുത്തു. പകരം എന്ത് വേണം? പകരം ഇത് നല്ല ഒറിജിനൽ സ്വർണ്ണമാണോ? സ്ക്രിപ്റ്റ് പൊളിക്കുകയാണല്ലോ. ഞാൻ സ്ക്രിപ്റ്റ് പഠിച്ചോണ്ട് ബാക്കി ആർക്ക് പറഞ്ഞൂടെ? തോമയുടെ ആ കണ്ണാടി എനിക്കൊന്ന് തരുവോ? അയ്യോ പിന്നെ തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഞാൻ പുഴുത്തണ ചേച്ചി. ചേച്ചി ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം തന്നെ നശിച്ചു. ആധുനിക കണ്ണാടിയാണേ. ആധുനിക തുളസിയുടെ കണ്ണാടിക്ക് ഒരു ഉള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ണാടി വെച്ചിട്ട് അതിന്റെ മേളിൽ ഫാൻറ്റം വെക്കുന്ന ഊട്ട് വെക്കും. എങ്ങനെയുണ്ട് കണ്ണാടി? നിന്റെ തല കൊയ്യാൻ ഞങ്ങൾ ഒരാളെ ഇറക്കിയിട്ടുണ്ട്. വെറുപ്പം ബാസ്റ്റൻ. എവിടെ? അയ്യോ മാർക്കോട് ടൈമിംഗ് ഇല്ലാതെ പറഞ്ഞ തൊരപ്പം ബാസ്റ്റിൻ ദിനേഷ് ബോസിന്റെ അനിയൻ എന്തുണ്ടാവുന്ന തീപ്പെട്ടി. തീപ്പെട്ടി എന്തുണ്ടാ? തീ തന്നെ തരാം. അയ്യോ ഇതിന് തീപ്പെട്ടിയല്ല വേണ്ടേ, ഒരു മമ്മട്ടി വേണം തലയിലെ ചെളി കോരിയെടുക്കാൻ. അല്ല, എത്ര വർഷം പുറകോട്ട് പോയി പെട്ടെന്ന് ഇതിങ്ങനെ അൺവീൽ ചെയ്തപ്പോ ഇത് കണ്ടപ്പോ? കൊച്ചെ, എനിക്ക് വർഷങ്ങൾ പോകുന്ന ഞാൻ അറിയുന്നില്ല. കാരണം എല്ലാ ജനറേഷനുമായിട്ട് ഞാൻ ഇങ്ങനെ മിങ്കിൾ ചെയ്ത് പോവുമല്ലോ. എല്ലാ ജനറേഷനും ഈ ഒരു പടം കണ്ടു. പിന്നെ മാത്രമല്ല ഈ ജനറേഷന്റെ ഭാഗ്യം ആ പഴയ പടങ്ങളെല്ലാം ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ചേച്ചി. ചേച്ചി, ഈ ഗിഫ്റ്റ് ഇഷ്ടായോ? സ്റ്റാർ മാജിക് ടീമിന്റെ ഭാഗത്ത് നിന്ന് ഇഷ്ടമായി, ഉറപ്പായിട്ടും ഇഷ്ടമായി. ഈ ഡ്യൂപ്ലിക്കേറ്റ് ലാലേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമായിരുന്നു. ഞാൻ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടല്ലോ. നല്ല ആ ഒരു കറക്റ്റ് തോമയുടെ ആ ലുക്ക് ഉണ്ടായിരുന്നു. അവിടുന്ന് വരും. ഞാൻ ഒരുപാട് വർഷം കൊണ്ട് ലാലേട്ടന്റെ ഫിഗർ പലയിടത്തും ചെയ്യുന്നുണ്ട്, ഇവിടെ അത് നിർത്തണം ഇനി. അല്ലല്ല പിന്നെ അത് അല്ല ചേച്ചി, ചേച്ചിയുടെ മുമ്പ് ചെയ്യാൻ പറ്റിയ ഭയങ്കര വലിയ ഭാഗ്യം. ചേച്ചിക്ക് ആളിനെ മനസ്സിലായ? പക്ഷേ അതാണ് ചൂഴമ്പാല അനി. എന്താ പറയാ, ഭയങ്കര പ്ലസ്ഡ് ആണ്, ഇരട്ടി സന്തോഷാണ്. നമ്മൾ ആ കാണുന്ന ആ സീക്വൻസ് ഒക്കെ ചെയ്യണ, ഇങ്ങനെ റിബണൊക്കെ കെട്ടി മുടിയൊക്കെ മെടഞ്ഞിങ്ങനെ ആ ഒരാളാണ് നമ്മുടെ തൊട്ടടുത്ത് നിന്നിട്ട് നമ്മളിങ്ങനെ ഓരോ ഓർമ്മകളും ഷെയർ ചെയ്യണം അല്ലേ? പൊടിമോൾക്ക് ചേച്ചിയുടെ ഏതോ ഒരു ഡയലോഗ് ഒന്ന് ഡെലിവറി ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇഷ്ടം അവള് പറഞ്ഞാൽ മതി, അതൊക്കെ നമ്മൾ ഡെലിവറി ചെയ്യും. ഏത് ആർട്ടിസ്റ്റ് വന്നാലും മിമിക്രി ചെയ്യാറുണ്ട്, ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. ചേച്ചി വന്നപ്പോഴും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. കാവ്യമാധവന് ശബ്ദം എടുത്താണ്ടല്ലോ, അയ്യോ, നമ്മൾ ചോദിക്കും ആരാന്ന്. അത്രയ്ക്ക് കറക്റ്റാ. ചേച്ചി എനിക്ക് ഭയങ്കര വലിയ ഇഷ്ടമാണ് ചേച്ചിയെ. അപ്പൊ ചേച്ചിയുടെ ഒരു അനുഗ്രഹം എനിക്ക് വേണം. ജാക്കിച്ചാന്റെ ഇളയ സഹോദരിയാണ്. പിന്നെ ഞാൻ എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. 5 സിനിമ ചേർത്തോണ്ട് പേര് പറ. 5 സിനിമയുടെ പേര് ചേച്ചി ഒന്നിച്ച പറയും. 5 സിനിമയുടെ പേര് അവള് ചാടി പറയാം 5 സുന്ദരികൾ. ഞാൻ പറയട്ടെ. അപ്പം കാലില് പാസറല്ലേ, കാലോട്ട് വന്നിച്ചായിരുന്നു. ചേച്ചിയുടെ അനുഗ്രഹം വേണമെന്ന് തോന്നുന്നു. നേരത്തെ അവരെയൊക്കെ അനുഗ്രഹിച്ചപ്പോ എനിക്ക് കിട്ടി. അപ്പോഴേ യോധ സിനിമയ്ക്കകത്തെ ചേച്ചി ഇങ്ങനെ ആ സംഭവം അത് കയ്യിൽ നിന്ന് ഇട്ടതാണോ അതോ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നതാണോ? അല്ലല്ലേ വായി നിട്ടതല്ലേ ലാ ലാ ലാ.
കോഴിക്കോട് ഒരു ഷൂട്ട്. ലാ, 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 ലാ. അപ്പൊ ജഗതി ചേട്ടൻ വന്ന് വീഴും. ഞാൻ എന്റെ ചോദ്യം മാത്രം മതി, എന്റെ മറുപടി വേണ്ടായോ? ഞാൻ കോഴിക്കോട്ട് ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞേച്ച് എറണാകുളത്ത് പോകുന്ന വഴിക്ക് അവിടെ കയറി ഒരു സീൻ അഭിനയിച്ചിട്ട് അങ്ങോട്ട് പോയത് ആ പടം. എനിക്ക് അതിനകത്ത് വ്യക്തമായ ഓർമ്മ. അപ്പൊ അതുകൊണ്ട് ഓൺ ദ വേ ആ പടം എനിക്ക് ചെയ്യാൻ പറ്റാത്ത അതിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാനാ ചെയ്ത വ്യൂഹം. ഇതിന് വിളിച്ചപ്പം ഞാൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സോറി ചേട്ടാ സംഗീതം. അത് എത്ര ദിവസം ചെയ്യാൻ പടത്തില്? ഞാൻ ഒരു ദിവസം വൈകുന്നേരം പോയി, രാത്രി ആ പാട്ടിന്റെ കുറച്ച് ബിറ്റ് എടുത്തു. പകൽ ആ സീൻ കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിൽ പോയി. ഒരു ദിവസം ഇപ്പൊ എത്ര സിനിമയുടെ ലൊക്കേഷനിൽ പോവും? 4-5 സിനിമയുടെ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. പക്ഷെ ചേച്ചി ആ യോധയിൽ നിറഞ്ഞു നിൽക്കും പോലെ ഉണ്ട് ആ ഒരൊറ്റ സീനില്. ആ സീക്വൻസ് ഒന്ന് ചെയ്ത് കാണിക്കോ? എന്റെ കൂടെ ഞാൻ ആരെ വിളിക്കാം? ആരും വരില്ല, വിളിച്ചു നോക്കാം. ചേട്ടൻ എന്നെയാ? ആ അപ്പൊ ആ സമയത്ത് ഈ ജഗതി ചേട്ടൻ ഇല്ലി വെട്ടിക്കൊണ്ട് നിൽക്കുക. ഞാൻ ഇല്ലിയായിട്ട് ഇത് പറഞ്ഞ ആ അമ്മയായിട്ട് നമുക്ക് ശ്രീവിദ്യ വിളിക്കാം. ലാ, 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 ലാ. എവിടെ അയ്യോ, അപ്പോട്ടെ. എവിടെ പോകുന്നു? ഒന്നുകൂടെ ചേട്ടാ. ചേച്ചി ഞങ്ങളോട് ക്ഷമിക്കണം, എന്റെ തെറ്റാ, ഞാൻ അങ്ങനെ ചെയ്യിപ്പിക്കാൻ പറഞ്ഞത്. എവിടെ പോയി? കാല് പിടിക്കാൻ ചേച്ചി പോകരുത്, ചേച്ചി പോകരുത്. അവാർഡ് കിട്ടിയ പെണ്ണാ ചേച്ചി, ഇവൾ ഒറ്റ ഒരുത്തുകാരം കൊണ്ട് എഡിറ്റർക്ക് ഓരോ ദിവസം ശമ്പളം കൂടുക. അയ്യോ, അപ്പോട്ടെ. കോട്ടയം എവിടെ പോകുന്നു? എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് വന്നതാ. എന്തിനാ ഇങ്ങോട്ട് വന്നേ? അപ്പൂട്ടിനെ കാണാൻ. എന്തിനാടി എന്നെ കാണണേ? അത് അപ്പൂട്ടിനെ അറിയത്തില്ലേ? ആ എന്നെ കാണാൻ നിനക്ക് ഞാൻ ഡയലോഗ് മറന്നു നിൽക്കാന്ന് അറിയില്ലല്ലേ? എന്നിട്ടാണോടി കബഡി കളിയിൽ എങ്ങനെയും അശോകൻ ജയിച്ചപ്പോ അവിടെ കിടന്ന് നീ ഉറഞ്ഞു തുള്ളുന്ന കണ്ടല്ലോ. അയ്യോ, ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന അത്ര വലിയ തെറ്റാണോ? ഒന്നുമില്ല, എന്റെ അമ്മായിയുടെ മോനല്ലേ. എന്റെ അമ്മായിയുടെ മോനാണെങ്കിൽ നീ എന്നാ അവിടെ കെട്ടറി? പിന്നെ ഇഷ്ടമുള്ളവരെല്ലാം നീ കല്യാണം കഴിക്കാൻ പറ്റുമോ? അപ്പൊ ഒരു കാര്യം പാമ്പാണല്ലോ. നീ എന്തിനാ പെണ്ണെ ഇവനെങ്ങനെ ചുണ്ടി പിടിപ്പിക്കുന്നേ? ദേഷ്യം വരുമ്പോഴും തോക്കുമ്പോഴും അപ്പുവിന്റെ മോൻ കാണാൻ നല്ല ചേല അമ്മായി. അടി കൃഷ്ണ ഇങ്ങനെ കാണിക്കും. ടിവിയിൽ ഇനി യോധ സിനിമ വരുമ്പോ ചേച്ചി മാറ്റിക്കളയരുത്. ഇത് പരാജയസ്ഥിതിക്ക് എന്റെ ഒരു സാധനമുണ്ട്. ആ കാണിക്കേ അതുകൂടെ പരാജയപ്പെട്ടെ. ശരിയാ, ഒരു പരാജയത്തിന്റെ കൂടെ മറ്റൊരു പരാജയം. ഏത് ഗസ്റ്റ് വന്നാലും ഞാൻ പാട്ട് പാടും. പാടുവോ? എന്റെ ചെറുപ്പത്തിലെ തമിഴ് പാട്ട് ഞാൻ കാണാപ്പടം പിടിച്ച്. പക്ഷേ എഡിറ്റർമാരത് കട്ട് ചെയ്യും. ഇന്ന് വരെ ബിനീഷ് ബാസ്റ്റൻ തമിഴ് പാട്ടുകൾ പാടാറില്ല. ബിനീഷ് ബാസ്റ്റന്റെ പാട്ടുകൾ മാത്രമേ പാടാറുള്ളൂ. ചെറുപ്പത്തിലെ പഠിച്ചതാ. ഞാനല്ല ഈ സംഗീതം ചെയ്തത്, എന്റെ കൂട്ടുകാരനാ. ഓ ഓ, മുഖമൊക്കെ മാറണേ. ഇത് മ്യൂസിക് മാറിപ്പോയല്ലേ? ഊവശി ഊവശി ATC ഊവശി. ഊവശി ഊവശി ATC ഊർവശി. നോട്ട് കട്ടാവുന്നുണ്ട്. ഇത്ര പറ്റാത്തവരെന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്? അല്ല, എന്തോന്നറിയോ, ഞാൻ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാല് നോബി ഇങ്ങനെ നിൽക്കുമല്ലേ, പാട്ട് പാടുകയാണേ, അടിച്ച് ഷേപ്പ് മാറ്റി അങ്ങനത്തെ ഒരു മുഖം. അതായത് പാവമാണ്, പക്ഷെ എന്നെ നോക്കി പാടിയപ്പോ എന്തിനാ ഈ ഭീകരന്റെ ഒരു ലുക്ക്? ശരി, രണ്ട് പെർഫോമൻസ് ഇവിടെ വൻ തോൽവിയായിട്ട് നിൽക്കുമ്പോ വീണ്ടും തൊലിക്കട്ടിയുടെ ഒക്കെ എക്സ്ട്രീം. ഒരാൾ എന്നെ വിളിച്ചിട്ട് ചേച്ചി അടുത്തത് എന്നെ വിളിക്കണേന്ന്. ശ്രീവിദ്യ വരൂ. ചേച്ചി, എനിക്ക് കളിപ്പാട്ടം ഭയങ്കര ഇഷ്ടമാണ്. 38 വയസ്സുള്ള അവക്ക് ഇപ്പോഴും കളിപ്പാട്ടം ഭയങ്കര കളിപ്പാട്ടം. കളിപ്പാട്ടം. ചേച്ചിയുടെ കളിപ്പാട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കളിപ്പാട്ടം ചേച്ചി ഇപ്പൊ തന്നു. അല്ല, പടമുണ്ട്. അപ്പം അതില് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി വയലിന്റെ സ്ട്രിങ് ഒക്കെ പൊട്ടിക്കും. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറാണല്ലോ. അപ്പൊ അതിലൊരു ഡയലോഗ് ഉണ്ട്. ഡയലോഗ് ആണോ ഒരു ക്യാരക്ടർ? വയലിന്റെ സ്ട്രിങ് പൊട്ടിക്കുന്ന ക്യാരക്ടർ അല്ല, അതാ ക്യാരക്ടറിന്റെ ഒരു മാനറിസം അല്ല. വയലിന്റെ സ്ട്രിങ് ഒക്കെ പൊട്ടിക്കുന്ന ഒരു ക്യാരക്ടർ. ഞാൻ ആദ്യമായിട്ട് ആ ക്യാരക്ടർ ഇങ്ങനെ ഒരു ഡെഫിനേഷൻ എന്നോട് പറഞ്ഞത്. ഒരു മരണത്തിലേക്ക് പോകുന്ന ഒരു ക്യാരക്ടറിന് ഒരു കളിപ്പാട്ടം പോലെ ഒരു ഭർത്താവിനെ കിട്ടുന്നു, അതാണ്. എന്നിട്ട് ശ്രീവിദ്യ ശ്രദ്ധിച്ചതോ ആ സ്ട്രിങ് പൊട്ടിക്കുന്നത്. അപ്പൊ വയലിനോ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കുട്ടിയാണ് ജീവിതത്തിൽ. അതായത് കമ്പി പൊട്ടിയ ഒരു പെണ്ണാണിത്. അതിലൊരു ഡയലോഗ് പറയാം. ഓ, എന്ത് പറഞ്ഞാലും അങ്ങ് ചിരിച്ചോളണം. അമ്മ അച്ഛൻ്റെ അടുത്ത് വഴക്കടിക്കാറില്ലേ? പിന്നെ അച്ഛന് ദേഷ്യം വരാറില്ലേ? ഇദ്ദേഹത്തിന് ദേഷ്യം വരത്തില്ല. കണ്ടോ, ഇന്ന് ഞാനൊരു കാര്യം കണ്ടുവച്ചിട്ടുണ്ട്. കയ്യിൽ നിന്ന് പോയി. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എനിക്കൊരു നിർദ്ദേശം വെക്കാനുണ്ട്. അറിയോ, വേണ്ട.
ദയവ് ചെയ്ത് നിങ്ങൾ ചേച്ചി അഭിനയിച്ച സീനുകൾ അഭിനയിക്കരുത്. അതെ, സത്യം. കാരണം ആരെങ്കിലും നിങ്ങൾക്ക് ഒരു അവസരം തരാനായിട്ട് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ഇല്ലാതാക്കും. ലക്ഷ്മി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഉർവശി ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ പറയാം. ചേച്ചി നല്ലൊരു ഫുഡിയാണ്. നല്ല നാടൻ ഭക്ഷണം, നല്ല ചോറ്, കറികള്, ചട്ടിച്ചോറ്, ഇതുപോലുള്ള ഭക്ഷണമൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതായത് ചേച്ചിയുടെ ഇഷ്ടങ്ങള്? എനിക്ക് നാടൻ ഭക്ഷണം മാത്രമേ ഇഷ്ടമുള്ളൂ. വീട്ടില് പിസ്സ, ബർഗർ, ഈ വക ജങ്ക് ഫുഡ് ഇഷ്ടമല്ല. ഞങ്ങൾ ഒരുമിച്ച് ചട്ടിച്ചോറുണ്ടായിരുന്നു. ചട്ടിയിൽ കൊഞ്ചും അതും ഇതും എല്ലാം ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പുറകെ അപ്പുറത്തോട്ട് വെച്ചിട്ട് ബാക്കി എല്ലായിട്ട് കുഴച്ച് ഇച്ചിരി ചീനിയൊക്കെ ഇട്ട് കുഴച്ച് വെച്ചോണ്ടിരുന്നു. ഒരു വാഴ തിന്നപ്പോ ഈ ഷൈൻ ടോം ചാക്കോ ചെറുക്കൻ റെബലായിരുന്നേ. പക്ഷേ ചേച്ചിയുടെ മുന്നിൽ ആളൊരു പാവത്താൻ പൂച്ചക്കുട്ടിയാണ്. കഴിക്കാതിരിക്കുവോ ഒരാഴ്ച ജ്യൂസ് മാത്രം കുടിച്ചു. ഞാനിത് കുഴച്ച് വെച്ചാൽ ഒരു ഉരുള തിന്നോടാ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഉരുള ചേച്ചി ഞാൻ എടുത്തോട്ടെ അവൻ കൊണ്ടുവച്ചു. ചോറുണ്ടെന്നാ പയ്യൻ. അതിനും ഡെയിലി ചട്ടിച്ചോറാ, പക്ഷെ കറിയൊന്നുമില്ല, ഒരു മുളക് മാത്രം ഉണ്ടാവുള്ളൂ അതിനകത്ത്. അയ്യടാ, അതൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ. ഓക്കെ, ശരി. ഒരു കുഞ്ഞാവെ വിളിച്ചോട്ടെ. ആ കുഞ്ഞാവെ വിളിച്ചോ. കൊഞ്ചിക്കാൻ ഭയങ്കര ഇഷ്ടല്ലേ? കുഞ്ഞാവെ കൊഞ്ചിക്കാൻ ഇഷ്ടം. ഈ കുഞ്ഞാവയ്ക്ക് ജനിക്കുമ്പോ താടിയും മുടിയൊക്കെ ഉള്ള കുഞ്ഞാവെ കണ്ടിട്ടുണ്ടോ? താടിയും മുടിയുള്ള കുഞ്ഞാവെ കണ്ടിട്ടില്ല. കൊഞ്ചിക്കാൻ റെഡിയാണല്ലേ? വാവേ, ചക്കര വാവേ, പൊന്നു വാവേ, ഓടി വാട. പഴന്തോട്ടത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരുതരം വാവയാണ് വാവാന്ന പേര്. അതെന്താ അറിയോ, അങ്ങനെ പേരിടുമ്പോഴോ ഗുണം. ഇപ്പൊ എനിക്കിപ്പോ 90 വയസ്സായാലും എന്നെ എന്റെ വീട്ടുകാർ പൊടിമോളെന്ന് വിളിക്കും. എന്നെ അന്ന് കണ്ട് ശീലിച്ചവരൊക്കെ. കവിത മനോരഞ്ജന എങ്ങനെ ഉർവശിയായത്? അത് എന്ന് വെച്ചാൽ ഞാൻ അഭിനയിച്ച് വരുമ്പോ എനിക്ക് മുൻപ് ഒരു സീനിയർ ആക്ട്രസ് കവിത എന്നുള്ള പേരിലുണ്ടായിരുന്നു. ഒരു കൗബോയ് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു. ഇപ്പം മദർ റോൾസ് ഒക്കെ ചെയ്യുന്നു. അപ്പൊ അവര് കല്യാണം കഴിഞ്ഞ് പോയി. പക്ഷെ ഇൻ കേസ് അവർ തിരിച്ച് വരികയാണെങ്കിൽ ഒരു പേരിന് കൺഫ്യൂഷൻ വേണ്ട. മാത്രമല്ല ഓഡിയൻസിന് ആ കവിതയാണോ എന്ന് തോന്നരുതല്ലോ. അപ്പൊ അത് വേണ്ടാന്നും പറഞ്ഞിട്ട് ഞാൻ പടം ചെയ്ത പ്രൊഡ്യൂസർ എന്ത് ചെയ്തു, പുള്ളി ഇങ്ങനെ പുതിയ പേരിടാൻ തീരുമാനിച്ചപ്പോൾ അവിടുത്തെ വലിയൊരു ഹോട്ടലുണ്ട്, പാക് ഷെറിട്ടണോ മറ്റോ ആണെന്ന് തോന്നുന്നു. ആ ഹോട്ടലിൽ പോയപ്പോൾ അവിടെ 4 റെസ്റ്റോറൻ്റാണ്. ഉർവശി, മേനക, രംഭ, തിലോത്തമ. അപ്പം നേരെ ആ പയ്യൻ വന്ന് അയാളോട് പറഞ്ഞു, സാർ இந்த ഊർവശി ഓക്കെ സാർ എന്ന് പറഞ്ഞു. അപ്പം ഇയാൾ അതൊരു ദൂതലക്ഷണമായിട്ട് എടുത്തു. ഓരോരുത്തരും പേര് ആലോചിച്ചപ്പോൾ ഉർവശി ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അത് കൺഫേം ചെയ്തിട്ട് പറഞ്ഞു, നാളെ ഒരു അവാർഡ് കിട്ടുമ്പം ഉർവശി അവാർഡല്ലേ, നാഷണൽ അവാർഡ്. പൊന്നായില്ലേ, ഒരുപാട് അവാർഡുകൾ. അപ്പൊ ആദ്യത്തെ ഗിഫ്റ്റ് കഴിഞ്ഞു, രണ്ടാമത്തെ ഗിഫ്റ്റ് ചേച്ചിക്കായിട്ട് റെഡിയാണ്. എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ടോ? ഇല്ല, നിങ്ങൾ ആദ്യത്തെ ഗിഫ്റ്റ് തന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തായിരുന്നു. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ഞാൻ വിടാതെ സൈലന്റ് ആയിട്ട്. ശരി, ഓക്കെ, കണ്ടിട്ട് സന്തോഷിക്കും. എന്നാലും ഓപ്പൺ ചെയ്തോളൂ. ഇഷ, നിനക്ക് കൊറിയർ സർവീസിൽ പാക്കിംഗ് സെക്ഷനിൽ ജോലി കിട്ടാനുള്ള സാധ്യതയെല്ലാം ഉണ്ട് കേട്ടോ. ഓ ശ്രീനിയേട്ടൻ, ഇങ്ങനെ മുദ്ര കാണിച്ചാലേ ഫോൺ പിടിച്ചതാ. ഞാൻ പക്കമ്പോട്ടാണോ അയച്ചത്? സ്നേഹലത, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്നേഹലതയ്ക്ക് പണിത് തന്ന 10 പവന്റെ മാല. ഞാൻ ആരാണെന്നും പിടിയിട്ടില്ല. വന്നോ ഇക്കളെടുക്കുന്നു ഈ മാല. ഹലോ, ഈ ഞാൻ ആരാണെന്ന് മനസ്സിലായില്ല. പ്രേംകുമാർ, ഞാൻ സ്വർണ്ണപ്പണിക്കാരൻ ഭാസ്കരൻ. എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കൺഫ്യൂഷൻ. അതായത് ഞാൻ വേറൊരു കാര്യം പറയാം. 10 നിങ്ങൾ കേൾക്കണം, 10 പവന്റെ മാല എന്റെ കയ്യിൽ നിന്ന് അടിച്ചെടുത്തിട്ട് പവിത്രനെ നിങ്ങൾ കല്യാണം കഴിച്ചു. എന്തിനാണെന്ന് പറയൂ. അപ്പോഴേ കള്ളവാന്ന് മനസ്സിലായില്ലേ? സിനിമയായിട്ട് നിങ്ങൾക്ക് വേണ്ട കയ്യിൽ നിന്ന് എൻ്റെ പിടിച്ചു വാങ്ങിച്ച് വെച്ചിട്ട് ഞാൻ തട്ടിക്കൊണ്ട് പോയിട്ട് ഞാൻ കല്യാണം കഴിച്ചു. ഇത് അന്നേ എൻ്റെ തിരിച്ചു വാങ്ങിച്ചിട്ട് മറ്റേ ചെമ്പാ തന്നത്. പിന്നെ എൻ്റെ കുടുംബവും തുലച്ചതാ. കള്ളം ഭാസ്കര. കല്യാണം കഴിക്കണമെങ്കിൽ 10 പവന്റെ മാല മേടിച്ച് തരണം എന്ന് എന്നോട് പറഞ്ഞില്ലേ? ഈ ഇടയ്ക്കുള്ള സ്നേഹലത എനിക്ക് ഒച്ച അടച്ചിരിക്കുന്നുണ്ട്, ആ കൂ എനിക്ക് വരുന്നില്ല. ഭാസ്കരൻ വിസിൽ വിഴുങ്ങിയിട്ടുണ്ടോ? അല്ല, പിന്നെ എന്താണ് ഈ
എന്നുള്ള സൗണ്ട്. ഡയലോഗ് മറന്നു പോകുമ്പോൾ ഒരു വിസിൽ വരുന്ന ആ സമയം കൊണ്ട് ഞാൻ ഓർത്തെടുക്കും ഡയലോഗ്. അതാണ് എന്റെ കാര്യം. ട്രിക്ക് ഇവർക്ക് മനസ്സിലായില്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, സർപ്രൈസും ഇഷ്ടപ്പെട്ടു, ഭാസ്കറിനെ ഇഷ്ടപ്പെട്ടു. ഭാസ്കറിനെ കല്യാണം കഴിക്കുന്നതിന് എനിക്ക് ആ ഒരു വൈക്ലബ്യം എനിക്കുണ്ട് ഭാസ്കര. ആ സമയത്തിന് ശേഷം ഞാൻ ആകെ തകർന്നു പോയി. പക്ഷെ ഈ ചെമ്പ് ചേർത്തതിന് തകരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. എനിക്കറിയാമായിരുന്നു എന്നെ നിങ്ങൾ തേക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ബുദ്ധിപൂർവ്വം കളിച്ചതെന്ന് എന്റെ അമ്മ പറഞ്ഞു തന്ന ഐഡിയ ആണ്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ സ്വർണ്ണക്കട നടത്തുന്നു. സ്വർണ്ണക്കട നടത്തുകയല്ല, ഡാൻസ് പഠിപ്പിച്ച് ഭാര്യ കൊണ്ടുവരുന്ന ശമ്പളവും കൊണ്ട് ജീവിക്കുന്നു. അല്ല, പിന്നെ ഈ ചെമ്പ് വെച്ച് അങ്ങനെ അതല്ല. ഈ സ്വർണ്ണക്കട തുടങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതുപോലത്തെ സ്നേഹലതമാര് വരുവാണെങ്കിൽ അവർക്ക് ഇതേപോലത്തെ മാല ഉണ്ടാക്കി കൊടുക്കണമല്ലോ. സ്വർണ്ണക്കടയാവുമ്പോ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അല്ല, അതൊക്കെ മുക്കല്ലേ കൊടുക്കുന്നേ? മുക്ക് പണ്ടല്ലേ? എന്തായാലും ഭാസ്കരൻ വിജയിച്ചു. കൊള്ളാം, ഭാസ്കരൻ പിടിച്ചു നിന്നു, രക്ഷിച്ചു ഭാസ്കരനെ. അതെ, സ്നേഹലത ഇപ്പോഴെങ്കിലും സ്നേഹലതയുടെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഞാനുണ്ടോ? പറ, സത്യം പറയണം. സ്നേഹലതയുടെ മനസ്സിന്റെ കോണിൽ ഈ ഇക്കിള് മാറ്റിയിട്ട് വന്ന എന്ത് ചെയ്യാൻ പറ്റും? ഉല്ലാസിന് പുക്കളും എനിക്കും ഇക്കിളും. ഭാസ്കര, രണ്ട് ജലൂസിൽ മേടിച്ച് വിഴുങ്ങിയാൽ മതി, ഈ പ്രശ്നത്തിന് പരിഹാരമാകും. ഓ, ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഭാസ്കരൻ പോയില്ലെങ്കിൽ ഞങ്ങൾ തുരപ്പൻ ഭാസ്കരൻ. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ പോയി നമുക്ക് സുഖമായി ജീവിക്കാം. സ്നേഹലത എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ വരട്ടെ സ്നേഹലത. പവിത്ര നല്ല പൊക്കവും തടിയുള്ള ആളാ, ഇടികൊള്ളാതെ വേഗം സ്ഥലം വിട്ടോ. ഓ, കോളടിച്ചല്ലോ. 10 പവന്റെ കാശിമാലയും കിട്ടി. ഞാനിപ്പോ 7 വർഷമായിട്ട് ഞാനിവിടെ വരാത്ത എനിക്ക് ഇപ്പൊ കുറേ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ മിസ് ചെയ്തു. തിരിച്ച് ഭദ്രായിട്ട് എന്താ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്ന ആ സ്നേഹലതയെ കുറിച്ചും ഏറ്റവും സുന്ദരനായിട്ടുള്ള ആർട്ടിസ്റ്റ് ശ്രീനിവാസൻ ചേട്ടനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ആ ഓർമ്മകളും ലൊക്കേഷനും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് എല്ലാ കാലത്തും സൗന്ദര്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടമുള്ളവരെല്ലാം സുന്ദരന്മാരും സുന്ദരികളുമാണ്. അത്രേ ഉള്ളൂ കോൺസെപ്റ്റ്. അതിൽ കറുപ്പെന്നോ വെളുപ്പെന്നോ പൊക്കമുള്ളവരെന്നോ പൊക്കം കുറഞ്ഞവരെന്നോ പല്ല് പൊങ്ങിയവരെന്നോ ഒന്നും എൻ്റെ സങ്കല്പത്തിലില്ല. അപ്പോൾ സർപ്രൈസസ് തീരുന്നില്ല. ഇപ്പൊ 10 പവന്റെ ഒരു കാശിമാല കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഒരു യന്ത്രക്കൈ മണി നമ്മൾ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ സമ്മാനം എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ സ്ഫടികം വഴി നമ്മള് പൊന്മുട്ടയിടുന്ന താറാവ് വഴി പോയി പൊന്നു സ്വന്താക്കി. ഇനി നമ്മൾ ഏത് റൂട്ടായിരിക്കും പോവാ? നിങ്ങൾ എന്തുവാ കാണിക്കുന്നതെന്ന് നിങ്ങൾക്കെല്ലാം അറിയത്തുള്ളൂ. കുഞ്ഞു ഗസ്. എന്തോ വല്ല ആഹാര സാധനം വല്ലോ ആണോ? മണം വരുന്നുണ്ടോ? നോക്കട്ടെ, അറിയത്തില്ല. എന്തായാലും എനിക്ക് ഒട്ടും ക്ഷമയില്ല. ഓരട്ടെ. ഇതെന്താന്ന് മനസ്സിലായില്ലേ? തഴപ്പ. ഈ 13 വയസ്സായ കൊച്ചിനെയാണോ മുതലാളി 14 വർഷമായിട്ട് പ്രേമിക്കുമെന്ന് പറഞ്ഞു? ഇത് അവരുടെ അനിയത്തി, അവളെ ചേച്ചിയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ആണല്ലേ? ഇവിടെ എങ്ങനെ നമ്മളെ തട്ടിക്കൊണ്ടുപോകും? എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് മുതലാളി, നമുക്കത് പ്രയോഗിച്ചാലോ? ഒരു തറവേല. മുതലാളി, ഈ പായുടെ ഉള്ളിരിക്കുന്ന സാധനത്തിന്റെ ആങ്ങളെയാണോ പുറകെ വരുന്നത്? ഓ മുതലാളി, ഇതിന് ഭയങ്കര ഭാരം. ഞാനിപ്പോ ഇത് നിലത്തിടും. അയ്യോ ചേട്ടാ, എന്നെ നിലത്തിടുമെന്ന് ഇട്ടാ ഞാൻ അവനെ കൊല്ലും. ഹലോ, എവിടെ കൊണ്ടുപോകുന്നു? ഇത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ PVC പൈപ്പ് ഒരു സ്ഥലത്ത് പൊട്ടി ബാലൻസ് മാറ്റിയിടാൻ വേണ്ടി കൊണ്ടുപോകണം. മുതലാളി നുണ പറയല്ലേ, ഇതിനകത്ത് പെണ്ണല്ലേ, ഞങ്ങളൊരു പെണ്ണിനെ തട്ടിക്കൊണ്ടു പോവുക. പെണ്ണിനെ തട്ടിക്കൊണ്ടു പോവല്ല, ഇതിനകത്ത് ഒരു പെണ്ണിന്റെ നീളമുള്ള വാഴക്കൊല. ഒരു കൊല ചുമ്മിക്കൊണ്ടുപോകാൻ 2 പഴങ്ങൾ. ഇത് സിനിമയിലെ ഡയലോഗല്ല, സിനിമയിലെ ഉല്ലാസിന്റെ ഡയലോഗ്. കൂടുന്നോ? നമുക്ക് 3 പഴം ഉണ്ടാക്കാം. ഗംഭീര സീനല്ലായിരുന്നോ സിനിമയില്? അയ്യോ, അതായത് ഇവർ രണ്ടുപേരുണ്ടെങ്കിലും ഉള്ളി കിടന്നിട്ട് കാണാതെ വരെ അയ്യോ സ്കോർ ചെയ്ത് പോയി. അറിയാവോ, ശരിക്കുള്ള അയ്യോ ആണ്. ശ്രീനിയേട്ടന്റെ ഹൈറ്റും വെയിറ്റും ലാലേട്ടന്റെ ഹൈറ്റും വെയിറ്റും ഒന്ന് ആലോചിക്കുക. വരമ്പി കൂടാ നടക്കേണ്ട. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ പോവുക. ഡമ്മി ഒന്നും ആയിരുന്നില്ല. ആ കൊട്ട കമത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ കാണാൻ പറ്റും. നോക്കൂല്ലേ, ഇങ്ങനെ നോക്കൂല്ലേ. അപ്പൊ ഈ ഇടയ്ക്കുള്ള അയ്യോ ഒക്കെ കറക്റ്റാ. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. മറക്കാനാവാ സംഭവം. നല്ല രസമായിരുന്നു. അല്ല, അതില് ചേച്ചിയെ കൊണ്ട് തട്ടിക്കൊണ്ട് പോവാൻ വേണ്ടിയാണ് ഈ പാ ഉപയോഗിച്ചത്.
ആ പാവ കൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരാളെ തിരിച്ചു കൊണ്ടുപോകാൻ പോവുകയാണ്. അതാരെയാണത്? കൊണ്ട് അതും കളയാനായിട്ട്. ആഹാ. ഇത് ചേച്ചിയുടെ ജീവിതം ഉണ്ടാക്കാനാണ് ഞങ്ങൾ ചേച്ചീനെ ശ്രമിച്ചത്, കൊണ്ട്. അതെ. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടി ഇതിനകത്ത് പൊതിഞ്ഞ ഒരു സാധനത്തിനെ കളയാൻ പോകും. ഇവിടുന്ന് ഫ്ലോറിൽ നിന്ന് കൊണ്ടുപോവാ. അതെ. ആരാ? ആരാണത്? മനസ്സിലായവർക്ക് കയറാനത്. കിടക്ക് ഫ്ലോറിൽ നിന്ന് കേറിക്കോ, കേറിക്കോ, ഒഴിക്കാൻ കേറിക്കോ. പോവാ. അതിനകത്തോടെ കയറിക്കോ. ശരി, ടാറ്റാ. ഞങ്ങൾ സ്വന്തമായിട്ട് അതിനകത്ത് കിടന്ന് വണ്ടി വിളിച്ച് എവിടെയെങ്കിലും പോയി കളഞ്ഞോണം. ശരി, ഒരു ചെറിയ റീക്രിയേറ്റഡ് വേർഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടു, തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. മനസ്സിനാ പറയണേ. 3 സർപ്രൈസസും. ഓ, സ്റ്റാർ മാജിക് ടീമിന് അഭിമാനം ഒന്നും പൊളിഞ്ഞിട്ടില്ല. എന്തായാലും ഇനിയും ഒരുപാട് ഓർമ്മകൾ ഇതാ വീണ്ടും റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് ലാസ്റ്റ് ഗിഫ്റ്റ് പോകുന്നതിന് മുമ്പ് വേറെയും ഗിഫ്റ്റ് കൊടുക്കും. പക്ഷെ ഈ ഒരു സെഗ്മെന്റിൽ 4ാമത്തെ പെട്ടി ആയിക്കോട്ടെ, തുറക്കൂ അസീസേ. 4th ഗിഫ്റ്റ്. ഇപ്പൊ ശരിക്കും പറഞ്ഞ ക്യൂരിയോസിറ്റി ഞങ്ങളെക്കാൾ ഇവിടെ ഉർവശി ചേച്ചിക്ക് പൊടിമോൾക്കാണ്. നോക്കാം, തീർച്ചയായിട്ടും. കാരണം ഇത് Okay. ലക്ഷ്മി ഇതെടുത്തോ. 4ാമത്തെ ഗിഫ്റ്റ്. അയ്യോ, മനസ്സിലായി. ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട തന്നെ സേതുമാധവനാണ് അയച്ചിരിക്കുന്നത്. സേതുമാധവന് ഞാൻ അയച്ചിരിക്കുന്നതാണ്. കുറെ കത്തുകളുണ്ട്. അതിൽ ആദ്യത്തെ അഡ്രസ് ടു സേതുമാധവൻ, ദാക്ഷായിനി ബിസ്ക്കറ്റ് കമ്പനി, ദാക്ഷായിനി റോഡ്. എന്റേത് മാത്രമായ സേതുവേട്ടന് സുലോചന എഴുതുന്നു. എന്റെ ചെറിയ ചെറിയ ചില ആഗ്രഹങ്ങൾ അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത്. ഇതൊക്കെ ഞാൻ അന്ന് എഴുതിയത് കൊണ്ട് നിങ്ങൾ എന്നായിട്ട് ക്ഷമിക്കും. സേതുവേട്ടൻ എപ്പോ വിളിച്ചാലും ഞാൻ ഇറങ്ങി വരും. അതിനുശേഷം നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് ഹണിമൂൺ അടിച്ച് പൊളിക്കാം. ഓ, ഞാൻ ഉണ്ടാക്കിയ സാമ്പാർ ചേട്ടന് കഴിക്കണം കഴിക്കണം എന്ന് പറയാറില്ലേ? സേതുവേട്ടന്റെ ആ ആഗ്രഹവും ഞാൻ സാധിച്ചു തരും. എന്റെ അടുത്ത ആഗ്രഹം പറയട്ടെ സേതുവേട്ടാ, സേതുവേട്ടന്റെ ബിസ്ക്കറ്റ് കമ്പനിയുടെ പേര് മാറ്റണം. ദാക്ഷായണി ബിസ്ക്കറ്റ് എന്നത് മാറ്റി സുലോചന ബിസ്ക്കറ്റ് എന്നാക്കണം. പിന്നെ തിരക്കൊക്കെ മാറ്റി വെച്ച് എപ്പോഴും എൻ്റെ കൂടെ തന്നെ സേതുവേട്ടൻ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പുണ്ട്. തിരക്കിനിടയിൽ ഈ ലെറ്റർ സേതുവേട്ടന് കിട്ടുമോ എന്നറിയില്ല. സ്നേഹത്തോടെ സേതുവേട്ടൻ്റെ സുലോചന. കയ്യക്ഷരം, ഉഗ്രം കയ്യക്ഷരം. പക്ഷെ ഈ ഒരു കത്ത് പുള്ളിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണമാണ് നമ്മൾ ഇന്ന് ഇവിടെ പബ്ലിക്കലി വായിച്ചത്. കിട്ടാത്തൊരു കടം ബാക്കിയുണ്ടായിരുന്നു. കിട്ടാതിരുന്നതിന്റെ കാരണം ഈ കള്ളിലക്ഷ്മി പെണ്ണ് അങ്ങനെ ഇടാം നമുക്ക് ആണ് എടുത്ത് മാറ്റി വെച്ചത്. വേറൊരാൾ എനിക്കെന്തോ പണ്ടേ മറ്റുള്ളവരുടെ ലവ് ലെറ്റർ അടിച്ചു മാറ്റി വായിക്കുന്നത് ഒരു ഹോബി ആയി. ശേഷം ഞാനത് തിരിച്ചു തന്നല്ലോ. ഇവിടെ ഇപ്പൊ നോബി ആയി പോയതുകൊണ്ട് എനിക്ക് തന്നു ഹോബി. ശരി, ഇങ്ങനെയാണെങ്കിൽ ശരിക്കും മിഥുനത്തില്, അതായത് നമ്മുടെ സേതുവേട്ടൻ സുലോചനക്ക് എഴുതിയ കത്തുണ്ട്. ടു സുലോചന, തെക്കേത്തൊടിയിൽ. ആദ്യം നീ തന്നെ വായിച്ചു. ഞാൻ വായിച്ചാൽ മതിയാ? അപ്പോഴേ എനിക്ക് ഗദ്ഗതം വരുള്ളൂ. ഓ, ഇനി എന്തോ ഒരു അക്ഷരത്തെറ്റ് കേട്ടാലാണ്. അയ്യോ, സേതുവേട്ടന്റെ ഹാൻഡ് റൈറ്റിംഗ് ഇവിടെ അറിയുള്ളൂ. എന്നാലും എന്റെ സുലോചനയ്ക്ക്, എന്റെ മോളെ, നിന്നെ പിരിഞ്ഞിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ യുഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സേതുവേട്ടാ, ഐ മിസ്. രാത്രി ഏറെ വൈകിയിരുന്നു. എനിക്കാണെങ്കിൽ കഴിയുന്നില്ല. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെന്നായിരിക്കും സേതുവേട്ടൻ അങ്ങനെ പറയും. അയ്യോ, കുട്ടി ഇംഗ്ലീഷ് മീഡിയം ആണ്. ഇത് വായിക്കാൻ അറിഞ്ഞുകൂടാത്തതിന്റെ അല്ല, ഇത് നിന്റെ പവർ കണ്ണാടി ഇല്ലാത്തതുകൊണ്ട്. അതെ അതെ, എനിക്കാണെങ്കിൽ കഴിയുന്നില്ല, അത് മാത്രം വെച്ചാണ് വായിക്കാറ്. എന്നാ ഞാൻ പറയട്ടെ. രാത്രി ഏറെ വൈകിയിരുന്നു. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ശരിയാ, കണ്ണടച്ചാലും കണ്ണു തുറന്നാലും നിന്റെ രൂപം മാത്രം. എനിക്ക് ആനന്ദം ഇത്രയും വർഷത്തിന് ശേഷം. ഇനിയാണ് പഞ്ച് ഡയലോഗ്. വിവാഹം കഴിഞ്ഞാലുടൻ ഹണിമൂണിനായി നമ്മൾ 2 ആഴ്ച ഊട്ടിയിലേക്ക്. ഊട്ടി യാത്ര ഞാൻ പോയതാണ്. വലു എടുത്ത് അമ്മാവനെ കൊണ്ട് വന്ന സേതുവേട്ടനോട് ഒരിക്കലും ഞാൻ പൊറുക്കില്ല. സേതുവേട്ടൻ പൊറുക്കത്തേ ഇല്ല. എന്ന് സുലോചനയുടെ സേതുവേട്ടൻ. ഇഷ്ടപ്പെട്ടു. ഇത് ഇവളടുത്ത് ഇസ്കി വെച്ചിരിക്കുകയാണ്. പണ്ട് നമ്മൾ ഇതേപോലത്തെ കത്ത് സുമേഷ എഴുതിയെങ്കിൽ ഉണ്ടല്ലോ, ഒരു ഡയലോഗ് കൂടെ എഴുതി ചേർക്കും. ഇപ്പൊ എന്ത് ഡ്രസ്സാ ഇട്ടിരിക്കുന്നത്? വേറെ ആരും കത്തെഴുതാത്തയും വാട്സാപ്പിൽ മെസ്സേജ് അയക്കാത്തയും പോലെ. എന്തായാലും ഈ കത്തും നമ്മൾ ഓർമ്മയ്ക്കായിട്ട് നമ്മളത് ഇതും ഉർവശി ചേച്ചിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് കൊടുക്കുകയാണ്. ഒരെണ്ണം ഓൾറെഡി പാഴ്സൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ മണി. അതെ, വീട്ടിലേക്ക് കയറണക്കുമ്പോ കത്തിച്ചവനാണെങ്കിൽ ചേട്ടൻ ധാര തന്ന കത്താടിന്ന് വെച്ച് വിഷയം ഉണ്ടാക്കരുത്. 10 പവന്റെ കാശിമാല, പായ, നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന കുട്ടി കുട്ടി സർപ്രൈസ്. പക്ഷേ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ആ ചിരിയിൽ നിന്ന് മനസ്സിൽ നിന്നാണ് ചിരിച്ചത്. ഹാപ്പി ആയി എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇനിയും ഇവിടെ തീർന്നിട്ടില്ല. ഒരുപാട് സർപ്രൈസുകൾ ഉണ്ട്. അതിനു മുമ്പായിട്ട് ഒരിക്കൽ കൂടെ ചേച്ചിയെ നമ്മൾ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ ഈ ഒരു ഈവന്റിലേക്ക് നമ്മൾ വെൽക്കം ചെയ്യാണ്. Once again, welcome all of you with the Star Magic powered by Urvashi. ഇനി powered
കൂടാണ് മോനെ. എന്തായാലും ഉർവശി ചേച്ചി ഇവിടെ വന്നിട്ട് നമ്മളോട് പറഞ്ഞ ആഗ്രഹം അങ്ങോട്ട് സാധിച്ചു കൊടുക്കാന്ന് അങ്ങോട്ട് വിചാരിച്ചു. പിള്ളത്തിന് ഇറങ്ങി വന്നേ എന്താ കാര്യം കഥയറിയില്ല. ഇഷ്ടകാലായി നോം ഈ ഗെയിമിന് വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കണു. നടക്കട്ടെ. ഈ ഭാഷ ശീലം ഉണ്ടാവോ? ഞങ്ങള് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോ ഇത് പ്രയോഗിക്കാറുണ്ട്. പാലക്കാട് വരുമ്പോ തിരുവനന്തപുരം ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. അത് ബേഷാണേ. അപ്പോ ബേസ്ഡായിട്ടൊരു ഗെയിമിലേക്ക് നമ്മൾ പോവാണ്. അപ്പോ ഈ ഒരു ഗെയിം എന്ന് പറയുമ്പോ നിങ്ങൾ കിട്ടുണ്ണിയെ കാണാറുണ്ടല്ലേ? ഇന്നൊരു വിശ്വസിച്ച് കാണാനായിട്ട് കിട്ടുണ്ണി വരുമെന്ന് അറിയില്ല. കിട്ടുണ്ണിയുടെ മൂഡ് പോലെ ഇരിക്കും. അതുപോലെ തന്നെ വാറുണ്ണിയെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ കിട്ടുണ്ണിയെ പറ്റിയിട്ടും വാറുണ്ണിയെ പറ്റിയിട്ടും അല്ല ഞാൻ പറയാൻ വന്നത്. സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി പോവാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് തൈറുണ്ണി. ലക്ഷ്മി ഒരു സംശയം കൺഫേം ചെയ്യട്ടെ കേട്ടോ. തൈരുണ്ണിയാണോ തൈലുണ്ണിയാണോ? രണ്ടുമല്ല. ടയറുണ്ണിയാണോ? അപ്പൊ ഇത് അപ്പോഴാ കൺഫേം ആയേ. തൈര് അധികമായി ഉണ്ണുന്നവൻ തൈരുണ്ണി എന്നാണോ പറഞ്ഞത്? തൈരുണ്ണി, ഇത് ടയറുണ്ണി. രണ്ട് വയറുണ്ണി ഉണ്ട് അവിടെ. ഇവിടെ ഓർമ്മയുണ്ട്. ആസ്യനശീകരണ കീടനാശിനി. മണ്ണുണ്ണി എന്ന് പറയണത്. മണ്ണുണ്ണി എന്ന് പറഞ്ഞല്ലോ. മണ്ണുണ്ണിയെ നേരിട്ട് കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ടീം ഉല്ലാസ് കാണും, നോബി കണ്ടിട്ടുണ്ടാവും എന്നറിയാം. അവിടെ ഇരിക്കുന്ന ആ കൊച്ചു സ്ത്രീ പ്രജകൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ശ്രീവിദ്യ കണ്ടിട്ടുണ്ടോ മണ്ണുണ്ണിയെ? ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അതല്ല ചോദിച്ചത്, ഞാൻ ഗൗരവത്തിൽ ചോദിച്ചാണ്. യഥാർത്ഥത്തിൽ മണ്ണുണ്ണിയെ കണ്ടിട്ടുണ്ടോ? യഥാർത്ഥ ഉല്ലാസ് കണ്ടിട്ടില്ല. പന്തളത്ത് ജനിച്ചിട്ട് കണ്ടിട്ടില്ലയോ? അതുകൊണ്ടാ ചോദിച്ചത്. നോവി കണ്ടിട്ടുണ്ടോ? കുഴിയാനെയാണോ വൃത്തിയേട്ടവനെ മണ്ണുണ്ണി? ആർക്കും അറിയില്ല. മണ്ണുണ്ണി എന്ന് പറയുന്നത് ഒരു ചാര നിറത്തിലുള്ള ഒരു പാറ്റയുടെ കൂട്ടൊരു ജീവിയാ. അത് മണ്ണാണ് ഭക്ഷണം. മണ്ണുണ്ണുന്നവൻ മണ്ണുണ്ണി. ഞാനും മില്ലും ഒന്നും അല്ല, ഇത് കാര്യമായിട്ട് ചോദിച്ചതാണ്. ഈ സാധനം മണ്ണിനകത്ത് ഇങ്ങനെ പോവും. വേറെ ഏതെങ്കിലും ജീവിയുടെ ശബ്ദമോ കാര്യങ്ങളോ വരുമ്പോ തല മാത്രം മണ്ണിനടിയിലോട്ടങ്ങ്. കുഴിയാണ്. അയ്യേ, കുഴിയാന അല്ല ജന്തുക്കളെ. എന്തായാലും ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോ, ഈ ഒരു ഇവന്റ് കഴിയുമ്പോ ഗൂഗിൾ തന്നെ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറയും. എപ്പിസോഡ് കഴിഞ്ഞപ്പോഴേക്കും ഗൂഗിളിൽ റീസെന്റ് 1 hourനുള്ളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് വന്നത് എന്താ? വാട്ട് ഈസ് മണ്ണുണ്ണി. എല്ലാരും ഇമേജസ് നോക്കണേ. മണ്ണുണ്ണി ഞങ്ങൾ നോക്കും ഇത് കഴിഞ്ഞ് ബ്രേക്ക് ടൈമില്. അവിടെ നിൽക്കുമ്പോ സൂക്ഷിക്കണം. എന്തേ? സൽമാൻ ഖാന്റെ ബട്ടൺസ് തെറിച്ചു വരാൻ സാധ്യതയുണ്ട്. സൽമാൻ ഖാന്റെ ക്യാമറ ലെൻസ് നോക്കിച്ചിരിക്കും. ഒരു കാര്യം പറയാം, തെറിച്ചു വന്ന ബട്ടൺസ് കമ്മിറ്റി ഓഫീസിൽ എത്തിപ്പിക്കേണ്ടതാണ്. വേറെ ബട്ടൺസ് ഇല്ല. ഒരു തിരുത്തുണ്ട്. സൽമാൻ ഖാൻ അല്ല, സൽമാ ഖാൻ. ആദ്യം പറഞ്ഞാണല്ലോ. അയ്യോ, പിടിക്കപ്പോ മോത എടുത്തങ്ങോട്ട് ഒരക്കി. വെറുതെ വരച്ചാ പോരാ, ഇച്ചിരി മണലിട്ടിട്ട് ഉരയ്ക്കണം. ഇച്ചിരി കഴിയുമ്പോ അങ്ങോട്ട് ഒരേ ആവാം. അല്ല ചേച്ചി, കുറച്ച് നാൾ ഇവിടെ സ്ഥിരമായിട്ട് നിന്നിട്ട് പൊക്കൂടെ? ഇങ്ങനെ ഒരു നാദീശോന ആവശ്യം? അയ്യോ, എല്ലാം എനിക്ക് സ്വാതന്ത്ര്യമുള്ള പിള്ളേരായതുകൊണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ ഉഗ്ര ആർട്ടിസ്റ്റുകളാ. എന്നെ ഒന്നും പറയത്തില്ലെന്നുള്ള വിശ്വാസത്തിലാ. കാരണം ഒരു കൈ നൂത്തൊരെണ്ണം തന്നാ ഇരിപ്പതാ നമുക്ക് അറിയാം. എന്താ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കാം കേട്ടോ. ഈ കൂടുതൽ ഷൈൻ ചെയ്യുന്നവരോടൊക്കെ ഞാൻ ഇങ്ങനെ ചോദ്യം ചോദിക്കും. മുതലക്കണ്ണീരെന്ന് പറയുന്ന പ്രയോഗം എന്തിനു വേണ്ടി ഉള്ളതാണ്? കള്ളത്തരം കാണി. എന്തുകൊണ്ട്? ഞാൻ പറയാം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇപ്പൊ ദുഃഖിതരായിട്ട് അഭിനയിച്ചിട്ട് ഉള്ളിൽ സന്തോഷിച്ചുകൊണ്ട് കണ്ണീര് കരയുന്നതിനെയാണ് മുതലക്കണ്ണീർ. ആയിക്കോട്ടെ, പക്ഷെ അതിലൊരു യാഥാർത്ഥ്യം ഉണ്ടാവണമല്ലോ. ഒരു സാമ്യം വരണമെങ്കിൽ. വേണ്ട, നീ പറയണ്ട. മുതലക്ക് സാധാരണ ഏതെങ്കിലും തീറ്റ കിട്ടാതാകുമ്പം മുതല കിടന്ന് കരയും. അപ്പൊ ആ തീറ്റയായിട്ടുള്ള വസ്തു ഉണ്ടല്ലോ, അത് ഇതിനെ വന്നിട്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടി അടുത്ത് വരും. ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി അടുത്ത് വരുന്നതല്ല. പറഞ്ഞത് ശരിയാണോ ഒരുവിധം? എന്തോ അദ്ദേഹത്തിന്റെ പേരെന്തുവാ? ജിഷിൻ. വിഷോ? ഞങ്ങൾ ഇവനെ വിളിക്കണ എന്താന്നറിയാമോ? ഇങ്ങനെ വിളിക്കാറ്. വേറൊന്നുമില്ല. ജിഷിൻ. ഇതിന്റെ എന്താന്ന് അർത്ഥം അറിയോ? മുതല തീറ്റ എടുക്കും. എരയെ കിട്ടിയത് നല്ലോണം അതിന്റെ പല്ലറിയാവല്ലോ, വൃത്തിയായിട്ട് അങ്ങ് കൊന്ന് തിന്നു കഴിഞ്ഞിട്ട് കരയെ വന്ന് കിടക്കും. കിടന്നിട്ട് ഇതിങ്ങനെ ആസ്വദിച്ച് അയവിറക്കുക. അപ്പൊ നമുക്ക് ഉമിനീര് വരത്തില്ലേ? വെള്ളം നല്ല ഇഷ്ടമുള്ള ആഹാരം കാണുമ്പോൾ വായു വെള്ളം വരുന്ന പോലെ ഇതിന് കണ്ണിക്കൂടാ വരുന്നേ. അപ്പൊ ഇത് അവിടെ നിന്ന് ഇങ്ങനെ കരയപ്പം
മറ്റ് ജീവജാലങ്ങൾ വിചാരിക്കും ഷോ ഇരയെ പിടിച്ചിരുന്ന ദുഃഖത്തിൽ കരയുക എന്ന് വിചാരിക്കും. അങ്ങനെയാ മുതലക്കണ്ണിരുന്നൊരു പ്രയോഗം. അയ്യോ, ഇതൊക്കെ മനസ്സിലായോ? നമുക്ക് പുതിയ ഇൻഫർമേഷൻ ആട്ടാ. ചേച്ചി മോനെ രാത്രി ഉറങ്ങാൻ നേരത്തെ കഥ പറഞ്ഞു കൊടുക്കുവോ? പിന്നെ മോനും മോക്കും കള്ളക്കഥകൾ ഇഷ്ടം പോലെ, ഒരിക്കലും അവസാനിക്കാത്ത കഥകൾ. കുഞ്ഞാറ്റയുടെ ഫേവറേറ്റ് കഥ എന്തായിരുന്നു? കുഞ്ഞാറ്റയുടെ ഒരു കണ്ടംപൂച്ച. അതെന്റെ അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കൊച്ചിലെ. കാരണം അമ്മയൊക്കെ ജോലിയും കഴിഞ്ഞ് നാടകവും കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോൾ എല്ലാം കൂടെ കഥ ചോദിക്കുമ്പം ഒരിക്കലും അവസാനിക്കാത്ത കഥ അമ്മ ഉറങ്ങിക്കൊണ്ട് ഉറക്കത്തിൽ കഥ പറയും. എന്റെ മോന് ഒരിക്കലും അവസാനിക്കാത്ത ഒരു കുറുക്കന്റെ സിംഹവും. ഈ കഥ കേട്ടിട്ട് അനു ഉറങ്ങിയിട്ടാ. കഥ കേട്ടിട്ട് അനു ഉറങ്ങിയത് ചുമ്മാ അതെ ആരാ ഉറങ്ങിയെന്ന്. എന്തായാലും ഇനിയും വിശേഷങ്ങൾ കേൾക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഗെയിമിലേക്ക് പോയില്ലെങ്കിലേ ചേച്ചി ഇനിയിപ്പോ നാളെ പോയാൽ ഗെയിം കാണാനാ വന്നേ. ഇവരുടെ ഈ ബഹളം ഒഴിവാക്കാൻ വേണ്ടിയാ ചോദ്യം ചോദിച്ചാൽ അടക്കി ഇരുത്തി. ഇന്ന് ടീച്ചർ റോളിൽ ബഹളം ഉണ്ടാക്കുമ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുക, അതുകൊണ്ട് ബഹളം ഉണ്ടാക്കാതിരുന്നോണം. ശരി, അപ്പൊ ടയർ ഉണ്ണി എന്ന് പറഞ്ഞ ഒരു ഗെയിം എങ്ങനെയാ കളിക്കണം എന്നുള്ള പറഞ്ഞുതരാം. 2 ടീം ഒരുമിച്ചായിരിക്കും കളിക്കണ്ടായിരിക്കുക. ഒരു ടീമിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഒരാൾ വരുന്നു. നമ്മൾ ഈ ടയറിന്റെ സെന്റർ പോർഷനിലേക്ക് കാല് വെക്കരുത്. ശരിക്കും ഇത് ടയർ അല്ല, ശരിക്കും ടയർ അല്ല, ട്യൂബാണ്. എന്നാ ആ ഉണ്ണി ദൈവം എന്റെ അച്ഛനാണല്ലോ ഞാൻ ഈ വിളിക്കുന്നത്. എന്റെ അച്ഛന്റെ പേര് ഉണ്ണിന്നാ. അങ്ങനെയാണെങ്കിൽ ടയർ ഉണ്ണി ട്യൂബ് ഉണ്ണി എന്ന് വിളിക്കണം. ആദ്യം വിളിച്ച മണ്ണുണ്ണി എന്ന് വിളിക്കാം. ശരി, ഈ ഗെയിം കളിച്ചു കഴിയുമ്പോ അറിയാം ആരൊക്കെ എന്തൊക്കെ ഉണ്ണികളായി മാറി എന്നുള്ളത്. അതായത് നമ്മൾ ഈ ട്യൂബിന്റെയോ ടയറിന്റെയോ ഈ 2 അറ്റത്താണ് സെന്ററിൽ നമ്മൾ കാലുകുത്താൻ പാടില്ല. എന്നിട്ട് നമ്മൾ ചാടി 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 നമ്മളിതാ ഈ പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലാണ് ഹിഡൻ സംഗതി. ഇതിന്റെ ഉള്ളിൽ ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്. 2 ടീമിനും സെയിം പ്രോപ്പർട്ടീസ് തന്നെയാണ്. അത് കറക്റ്റ് എണ്ണം 2 എണ്ണം വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടതെങ്കിൽ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യത്തെ പ്രോപ്പർട്ടി എടുക്കുന്നു, കൊണ്ടുപോകുന്നു. അവിടെ നിങ്ങളുടെ ടീമിൽ ഒരു മെമ്പർ ഇരിക്കുന്നുണ്ടാവും. ആ അദ്ദേഹത്തിന് ഇട്ട് കൊടുക്കുക. വീണ്ടും തിരിച്ചു വരിക, ഇതിന്റെ ബാക്കി എടുക്കുക. അങ്ങനെ ഫൈനൽ എന്ത് രൂപത്തിൽ അവരാവും എന്നുള്ളത് നമ്മൾ നോക്കി നമ്മളത് കണ്ട് നമുക്കിത് മനസ്സിലായോ എന്താന്നുള്ളത് പറയണം. ഓക്കെ, ഏറ്റവും അധികം കംപ്ലീറ്റ് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കാൻ പോണേ. ഏറ്റവും അധികം ഗെയിം കളിക്കാൻ വേണ്ടി വരുന്നത് അനു ഉണ്ണിയും ശ്രീവിദ്യ ഉണ്ണിയാണ്. ഓക്കെ, കം. അപ്പോഴേ നമുക്കിത് അസ്യൂം ചെയ്യാം. മുറുവശി ചേച്ചിയും കൂടെ വന്നിരിക്കുകയല്ലേ. ശരിക്കും മാളൂട്ടി എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കൂടെ ഇരുന്ന് കരഞ്ഞ സിനിമയാണ് കേട്ടോ. എന്റെ വീട്ടില് ബോർവെല്ല. അപ്പൊ ഒന്നും കൂടെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റി. ശരിക്കും ബോർവെല്ലിന്റെ ഉള്ളില് മാളൂട്ടി വീഴുന്നതും അമ്മയുടെ അച്ഛന്റെ ആ കൺസേൺ ഒക്കെ ഇതപ്പോ ശരിക്കും ഒരു കിണറായിട്ട് നമുക്ക് മീൻസ് ആലോചിക്കാം. അപ്പൊ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ സെറ്റാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ പോയിട്ട് കുട്ടിയെ രക്ഷിച്ചിട്ട് വേണം കൊണ്ടുവരാൻ. റെഡി? വീട്ടിൽ ബോർവെൽ, ഇവിടെ വെൽ ബോർ. യെസ്, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ഹലോ കേറുവാ. വട്ടം ചവിട്ടും, അങ്ങനെ ചവിട്ടരുത്, നേരെ ചവിട്ട്. വെരി ഗുഡ് ശ്രീവിദ്യ. ആനു 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 പോട്ടെ. പിടിച്ചോ പിടിച്ചോ. ആ അങ്ങനെ തന്നെ. പതുക്കെ പതുക്കെ. അനു 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 അനു. എന്ത് പറ്റി? ഓക്കെ അല്ല അനു? എന്ത് പറ്റി? ജമ്പ് ചെയ്തപ്പം റെസ്റ്റ് എടുക്കണോ? നടു വളഞ്ഞു പോയോ? നടു അടിച്ചാ? ആ വേണ്ട, ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. എന്നാ ഇരിക്കൂ. അതെന്നാ ജമ്പ് ചെയ്തപ്പോഴേ വളഞ്ഞു പോയി ഇങ്ങനെ. അവളെ അടുത്ത സ്കിറ്റ് ഉള്ളതുകൊണ്ട് സ്ട്രെയിൻ ചെയ്ത് കളിക്കണ്ടെന്ന് വെച്ചിട്ടാ ക്യാരക്ടർ താഴെ പോകും. ഇതൊക്കെ അതുകൊണ്ട് അനു റെഡി. അനു റെഡി, അനു റെഡി. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അനു പതുക്കെ പതുക്കെ. പിടിച്ചു പോ. കൈ പിടിച്ചു പോയാ മതി. മറിയാൻ പുറത്തേക്ക് എടുത്ത് ജമ്പ് ചെയ്യും, ചാട്. അനു പതുക്കെ 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 പതുക്കെ. അവിടെ നിന്ന് എടുത്ത് ഒരു ചാട്ടം ചാടരുത് കേട്ടോ. ഇത് കമ്പനി മനഃപൂർവ്വം താങ്കളുടെ നഗ്നത മറക്കുവാൻ വേണ്ടി കിട്ടിയ സാധനം അത്.
ഹായ്, നല്ല രസമല്ലേ? ചിലങ്ക, കൈകുത്തിപ്പോ ചിലങ്ക. സാധനവും കൊള്ളാല്ല. എന്റെ അമ്മ ഇതെന്താ? നോബീനെ ഒരിക്കൽ നഴ്സറിയിൽ വിടാൻ പോവാണോ? അയ്യോ, അയ്യോ, How cute you are. അതൊക്കെ മതി. പറ്റില്ല. മറ്റേ വെക്കട്ടെ. എന്താ ഇവിടെ ടീമേ? വേഗം, വേഗം. അനു സെക്കൻഡ് റൗണ്ട്. അനു, അവൻ പോയി. അനു ആ ബിനീഷ് ബാക്കിന്ന് വന്നു. കേരളത്തിലൊക്കെ കറക്റ്റ് ആയിരുന്നു. പോടാ ചാടാ കയറി. നോബി സ്വന്തമായ ഒരു കൊച്ചുണ്ടെന്ന് കരുതി നുണ പറയല്ലേ? നോ. കുഴിക്കാത്ത ബിനീഷ് ബാഷിനെ എടുത്തുണ്ടേ. ജീവൻ മരണ പോരാട്ടം. വല്ല പൈസയോ വല്ലോ ആണ് അതിനകത്ത് വെച്ചിരുന്നെങ്കിൽ ഇവര് കുത്തി മരിച്ചേനെ കേട്ടോ. എല്ലാം നല്ല സ്വർണ്ണോ പൈസയോ എല്ലാം ആയിരുന്നിരിക്കണം. മരിക്കും. നീണ്ടകരയിൽ തൊണ്ടു തല്ലുന്ന ചകിരി കരിയിൽ മുക്കി കൊണ്ടുവന്ന് വെച്ചോണ്ട് വെരി ഗുഡ്. അനു, ഈ റൂമിന് എത്രയാ? അയ്യോ, ഒരു ആംബുലൻസ് പോയ വഴി റൂം എടുത്തേക്കോ. തലകുത്തി കിടക്കാണ് കൊച്ച്. വെട്ടം കുഴി വീണിട്ടും ഇതിനൊരു ബുദ്ധിയില്ലല്ലോ ദൈവം. ഇത് മണ്ണുണ്ണി തന്നെയാണെന്ന് തോന്നുന്നത്. എന്റെ ഒരു കൈ എവിടെയാണ്? രണ്ടൂന്ന് കൈ അയച്ചു വന്നേ. ഓക്കെ, ടൈ ആണ്. ഏറ്റവും ആദ്യം എടുക്കുന്ന ആളായിരിക്കും ജയിക്കുക. ജിഷ്ണേട്ടാ, സപ്പോർട്ട് ചെയ്യരുത്. ആരും ഹെൽപ്പ് ചെയ്യരുത്. അനു അനു അതിനെ പിടിക്കല്ലോ. ഹെൽപ്പ് ചെയ്യരുത്. ആദ്യം പിടിക്കില്ല. അപ്പുറം ഉണ്ട്. ഇനിയാണ് ഉർവശി ചേച്ചിക്കുള്ള അടുത്ത സർപ്രൈസ്. ഒരു 4 സർപ്രൈസ് കാണിച്ചു തന്നിരുന്നല്ലോ. ചേച്ചി ഒരു മാളൂട്ടിക്ക് വേണ്ടിയല്ലേ കരഞ്ഞേ? ആ ചേച്ചിക്ക് 2 മാളൂട്ടി എടുത്തോളൂ. ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് വരൂ. വെള്ളം കുതിച്ച് കൊമ്പത്ത് നോക്കി നിന്നു. കുക്കുരു കുക്കുറുക്കൻ കക്കിരി കക്കും കറുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി. മുന്തിരി കണ്ട് കൊതിച്ച് നാക്കില് വെള്ളം കുതിച്ച് കൊമ്പത്ത് നോക്കി
ചേച്ചി ഇത് മാളൂട്ടിയല്ല, ഒരു അങ്കിൾ പെണ്ണും ഒരു സരോജ് കുമാറും. പക്ഷേ ഇത് നോക്കി തല ഇരിക്കും നോക്ക്, പനങ്ങ കടിച്ചു. ഞാൻ ആദ്യമായിട്ടാ താടി മീശയുള്ള ഒരു പെറ്റതള്ളേനെ കാണുന്നത്. അല്ല പിടിക്കണ തപ്പ് കേട്ടാ. അല്ല പിടിക്കുക കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു നോവി ഈ താടി. ഇതെന്തറിയാമോ, ഇങ്ങനെ ചെയ്യുന്ന ആരും നോവയെ ഉപദ്രവിക്കത്തില്ല. ഈ എപ്പിസോഡ് എല്ലാരും കാണുകയും ചെയ്യും. വീട് കുത്തി തുറക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതുപോലെ പോയ ആരും ഉപദ്രവിക്കത്തില്ല. നല്ല തല എനിക്ക് ഇഷ്ടപ്പെട്ടു. കറക്റ്റ് ഈ തൊണ്ട് തല്ല് നടത്തുന്ന ഈ എടുത്തോണ്ട് ചകിരി എടുത്തോണ്ട് ഈ കരി മുക്കിയിട്ട് തലയെ കമത്തി ഇതൊന്ന് സൈഡ് കാണിച്ചോടി ക്യാമറയ്ക്ക് നോക്കുന്നത്. എന്താ ഭംഗി. ചേച്ചി എന്തായാലും ഇത്രയൊക്കെ ചെയ്ത് ഒരു വിഗ്രം വെച്ച് ഫ്രാക്ക് ഇട്ട് ഷൂ എത്തണില്ല, അല്ലെങ്കിൽ അതും കൂടെ ഇട്ട് ഒരു പേരിടാന്നു. ഇല്ല മൊത്തത്തില് ഞാൻ പേരിടാം. ഇത് സരസമ്മക്ക, ഇത് സാറാമ്മ. കാരണം ഇത് തല ഷോർട്ട് കട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ച് സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഗതിയൊക്കെ ഇട്ടിരിക്കുന്നു. ഇത് നാട്ടിൻപുറത്ത് ഇപ്പൊ ആദ്യമായിട്ട് മോഡേൺ ഡ്രസ് ഇട്ട, നാട്ടിൻപുറത്ത് ഫസ്റ്റ് ടൈം മോഡേൺ ഡ്രസ് ഇട്ട ഒരു സരസമ്മ. ഞാനിപ്പം ജഗദമ്മയായിട്ട് അഭിനയിച്ചിരുന്നു, സരസമ്മയായിട്ട് അഭിനയിക്കും ഇതുപോലെ. എനിക്ക് ആപ്പിളാ, പണ്ട് ആപ്പിളെന്ന് പറയും നമ്മളായിരുന്നു. എന്തായാലും വളരെ രസകരമായിരുന്നു. എന്റെ പൊന്നു പിള്ളേരെ, ഒരു കുഴിക്കകത്തോട്ട് രണ്ടെണ്ണവും കൂടി ഇങ്ങനെ തലകുത്തനെ വീണിട്ട് രക്ഷപ്പെടാനല്ല നോക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ആ ഒരു ഹെഡ് ബാൻഡ് എടുക്കാൻ വേണ്ടിയുള്ള പ്രാണസഞ്ചാരം ഞാൻ ആലോചിക്കാതെ എനിക്ക് ചിരിച്ചിട്ട് കണ്ണി കൂടെ വെള്ളം വന്നു. ജലദോഷമായിട്ട് ഒച്ചയടപ്പൊക്കെ ആയിട്ട് ചിരിയൊന്നും വെളിയിലോട്ട് വരുന്നില്ല. എന്നാലും ഉഗ്രനായിരുന്നു കേട്ടോ. നിങ്ങളുടെ ഒരു ആ ഗെയിമിന്റെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, സമ്മതിച്ചിരിക്കുന്നു. എന്തായാലും ഫസ്റ്റ് റൗണ്ടാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. ഈ റൗണ്ടില് അതായത് സരസമ്മയും അതുപോലെ തന്നെ സാറാമ്മയും അവരുടെ രണ്ടുപേരുടെ പെർഫോമൻസും കഴിയുമ്പോ നാട്ടും പുറത്തുനിന്ന് ഫാഷനബിൾ ആയ സരസമ്മയ്ക്കാണ് പോയിന്റ് പോകുന്നത്. ഇതില് ലൈക്ക് അനു ലാസ്റ്റ് മിനിറ്റ് കളിച്ചത് ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു പ്ലേ ആയിരുന്നു. ബട്ട് ആ ഹെയർ ബാൻഡ് വെക്കാൻ പൊട്ടിപ്പോയി അല്ലേ, അതുണ്ടായേ. ആൻഡ് ശ്രീവിദ്യ ലാസ്റ്റ് മിനിറ്റ് സൂപ്പർ ആയിരുന്നു. യെസ്, ശ്രീവിദ്യ ലാസ്റ്റ് മിനിറ്റ് അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്തെങ്കിലും വിത്തിൻ ലൈക്ക് എല്ലാം ഫേസ് ചെയ്തിട്ട് ലാസ്റ്റ് നൈസായിട്ട് കൊണ്ടുവച്ചിട്ട് പോയി. ഗുഡ് ജോബ് ശ്രീവിദ്യ. സോ ശ്രീവിദ്യയുടെ ലാസ്റ്റ് മിനിറ്റിൽ ആ ഒരു എഫേർട്ടാണ് ഈ ടീമിലേക്ക് നമ്മുടെ സരസമ്മയ്ക്ക് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കഴിവണ്ട, ഇതിനകത്ത് കുറച്ച് എറുമ്പ് പൊടിയെങ്കിലും അടിച്ചു കൊല്ലുന്നു. അപ്പൊ ഇപ്പൊ ഒരു മാളൂട്ടി മാത്രമായിട്ടുള്ളൂ കേട്ടോ. ഇനിയും ഈ ബോർവെല്ലില് അല്ലെങ്കിൽ ഗുണക്കേവില് ഇനി പലതും ഉണ്ടായിരിക്കും. അതെന്തൊക്കെയാന്നുള്ളത് വഴി അറിയാം. ശരി, ഓക്കെ. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് ടു ശ്രീവിദ്യ ആൻഡ് ടീം. അങ്ങനെ മാളൂട്ടി ഇവിടെ വളരെയധികം ഭദ്രമാണ്. സരസമ്മയും സാറാമ്മയും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. സോ ഈ ഒരു ഗെയിം ശരിക്കും കറക്റ്റ് ആക്കുന്ന ഒരു 4 പേരിൽ മണ്ണെണ്ണ എടുക്കാണ്ടാവോ? അടുത്ത ശനിയാഴ്ച മേടിക്കുമ്പോ തിരിച്ചു തരാം. പിന്നെ ഇന്നലെ കൊണ്ടായ ചക്കപ്പുഴുക്കിന്റെ പാത്രം നീ തന്നില്ല കേട്ടോ, അതൊക്കെ തരണം. കൊച്ചിപ്പ സ്കൂളിലോട്ട് വരും, അവിടെ വല്ലതും വെച്ച ഇച്ചിരി അധികം ഇളകി വർത്താനം പറയില്ല, 8ാം മാസമാണ്. ശരി, നമ്മളിനി സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാണ്. ഈ ഗെയിമിന്റെ പേര് എങ്ങനെയാണ് കറക്റ്റ് ആപ്റ്റായി എന്നുള്ളത് ഇപ്പൊ മനസ്സിലാവും കേട്ടോ, ഞാൻ പറയണില്ല. ലെറ്റ്സ് ബിഗിൻ. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. പിടിച്ചു പോ, എന്റെ പിടിച്ചു പോടി, കൈ പിടിച്ചു പോ. അനു പിടിച്ചു പോ. ആ അത് തന്നെ. വെരി ഗുഡ് അനു, വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ, വെരി ഗുഡ്. ഓ വെൽ ഡൺ. പൊക്കോ. അപ്പൊ അങ്ങനെ പിടിച്ചു പോ. അതന്നെ ഡയാന അവിടെ നിന്ന് വരണ്ടേ? അങ്ങനെ എടുക്കാവോ ഡയാന? അതൊക്കെ ഫൗളാണ്. ചാടറി അതിനകത്തോട്ടങ്ങ് വീട്. അയ്യോ ഒന്നേന്ന് മാത്രമല്ല.
ബട്ടൺസ് ഇടാ. ആരാ അവിടെ ഓയോല് റൂം എടുത്തേക്കണേ? അയ്യോ അയ്യോ അയ്യോ. ടീമേ പതുക്കെ പിടിച്ചു കയറാ. അങ്ങനെ പിടിച്ചു വെക്കോ, പിടിച്ചു വെക്കോ, പിടിച്ചു വെക്കോടാ. അങ്ങനെ പിടിച്ചു വാ, പോട്ടെ പോട്ടെ. ഇനി അവള് മുടിയാട്ടോ തന്നെ. പട്ടാളത്തിന് ചെരുപ്പ് പൊട്ടി. അനുവിന്റെ ക്രെഡിറ്റിൽ അങ്ങനെ ടീം എടുക്കണ്ട. ചെരുപ്പിടറി. ഒരു ട്യൂബ് എടുക്കണോ? ഒരു ട്യൂബ്. നമുക്ക് ആ ഡ്രസ് കിട്ടില്ല, അത് ബാസ്റ്റിന് ആദ്യമേ എടുത്തിട്ട്. അതെങ്ങനെ ടീമേ പോണ വഴിയിലൊക്കെ വീഴണേ? തോക്കിന്റെ അവിടെ ഒന്ന് അടിച്ചോ. ജിഷ്ണേട്ടൻ ഓക്കെയാണ് കേട്ടോ. പെട്ടെന്ന് നമ്മളൊന്ന് ലൈക്ക് ഒന്ന് സ്റ്റക്കായി പോയി. അപ്പോൾ ജിഷ്ണേട്ടൻ ലാസ്റ്റ് ആ ഒരു ഗൺ എടുത്തതിന് ശേഷമാണ് ആ ഒരു ഗെയിം അവിടെ വൈൻഡപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ജിഷ്ണേട്ടൻ്റെ ടീമിന് ഒരു പോയിന്റ് പോവാണ്. സോ ഇപ്പോഴത്തെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് ഈ ഒരു ടീമിന് ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ 1-1 ഓൾ ടോട്ടൽ പോയിന്റ് നിൽക്കുന്നത്. ഒരു ചേച്ചി, ഇത് ഏതാ ക്യാരക്ടർ എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ പാതിയിൽ നിൽക്കുക അല്ലേ? ഈ ടീം ഒന്ന് ജസ്റ്റ് ഒന്ന് ലുക്ക് ഒന്ന് ഫിനിഷ് ചെയ്യാമോ? പക്ക സൈസ് ആണല്ലോ. ആനക്ക് കൂച്ചുവലം കിട്ടാറുണ്ട് ഇപ്പൊ. ബക്കിളിടാൻ പറ്റില്ലേ? ബക്കിളിടാൻ പറ്റില്ലേ? പറ്റും. എടാ ഉല്ലാസം, നിന്നെ വെച്ചടിച്ചവരുണ്ടല്ലോടാ. ഓക്കെ വരൂ. ഒരു ചേച്ചി, ഇതാരെന്ന് മനസ്സിലായോ? ഈ തല ഇങ്ങനെ തന്നെയാണോ ജനിച്ചപ്പം മുതലേ എന്ന് ചോദിക്കാനൊരു ചോദ്യം. തലയുടെ ബാക്ക് സൈഡിൽ വിഗ് എന്തോ തിരിച്ചൊക്കെ വെച്ചിട്ട് പുറകുവശത്ത് ഈ കണ്ടൽക്കാടുകളുടെ ഒരു ലുക്ക്. അയ്യോ, ഞങ്ങൾ ഉദ്ദേശിച്ചത് വാറുണ്ണിയായിരുന്നു. അത് എനിക്ക് മനസ്സിലായില്ലേ? വാറുണ്ണി ആയിരുന്നു. പക്ഷെ വാറുണ്ണി ഏകദേശം ഈ ടൈപ്പ്. ഇത് വാറുണ്ണിക്ക് വേണ്ടി ചെയ്തു. വാറുണ്ണി ഇത് ബാറുണ്ണി അല്ല, എങ്ങനെ ഇട്ടാൽ വാറുണ്ണി ഇപ്പൊ ബോറുണ്ണിയായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും അടിമാലി ഡെലിവറി എന്നാണ് നിന്റെ തലേ ദിവസം. അപ്പൊ എന്തായാലും ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ ഇതിൽ 1 പോയിന്റ് സുമയുടെ ടീമിനാണ് പോകുന്നത്. സോ സ്പെഷ്യൽ മെൻഷൻ ജിഷൻ ചേട്ടനാണ്. അത് കംപ്ലീറ്റ് ചെയ്തത് ആ ഒരു ടാസ്ക് ജിഷൻ ചേട്ടനിലൂടെയാണ്. ഗുഡ് ജോബ്. ഞാനത് ഇതുവരെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു ജലദോഷക്കാരിയാണ്, ഒച്ചയടപ്പുകാരിയാണെന്ന് ചേച്ചിയുടെ പ്രൊട്ടക്ഷനാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആണോ? ഇന്ന് മുതൽ ചേച്ചിയുടെ കമാൻഡോയാണ് ഞാൻ. അതിന് നല്ല കമന്റും കേൾക്കും ചേച്ചിക്ക്. സുരേന്ദ്രൻ കമാൻഡോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്നേഹപൂർവ്വം വിളിക്കാം. ചേച്ചിയെ ഞാൻ വെടിവെക്കാൻ വന്നല്ല, ചേച്ചി ആനയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നത്. ആനയ്ക്ക് വെടിവെക്കാൻ വന്നാണ് ഞാൻ. അടിമാലി കമന്ന് കിടക്കുന്ന പോലെ ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ഇത്രയും തലയിൽ ചൊറി പിടിച്ച 2 കമാൻഡോസിനെ തന്നതിന് വളരെ എന്നാ പറ്റിയ വയറ്റേ പിടിച്ചതാ. ആട്ട കെട്ടേണ്ടി വരരുത്. പാട്ട് ശ്രദ്ധിക്കണേ. അങ്കളെ ഹുക്കിട് ഒന്ന് മൈക്ക് എടുത്തങ്ങോട്ട് വരുമോ? ഓ, ഈ ജിഷിൻ ചേട്ടൻ എടുത്തുണ്ടല്ലോ, ഈ ആർപ്പടാറ്, അതായത് 6 വർഷം മുമ്പ് പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമാണ്. ഗെയിം കളിക്കുമ്പോൾ ഇത് ജിഷിൻ മോഹൻ അല്ലാണ്ടാവും. ഒരുതരം
എന്താ പറയാ ഭ്രാന്തമായിട്ടാ ബാധ കയറിയ പോലെ ആ ബാധ കയറി കുറച്ച് കൂടിപ്പോവും ഉണ്ടല്ലോ. പതുക്കെ പതുക്കെ ചിരിക്കണ്ട. എന്തുണ്ടായേ? അത് ചാടി ചാടിയപ്പോ ആ തോക്കിന്റെ അത് പൊട്ടിയിട്ട് ആ പാത്തിയ എന്തോ സാധനം വന്നിട്ട് കറക്റ്റ് കണ്ണിനടിച്ചു. അപ്പം മൊത്തത്തിൽ ഇരുട്ട് ചാടിയപ്പോ പൊട്ടണ തോക്കായിരുന്നു അതിനകത്തിരുന്ന്. ഉള്ളിലൊന്നും പറ്റിയില്ല, മുകളിലാണ് തട്ടിയത്. ഇപ്പൊ ചുവപ്പ് കളറില്ല. ഇപ്പൊ ഒന്ന് ബെറ്റർ ആയിട്ട് വരണു. നേരത്തെ കണ്ണുറക്കം പറ്റിയിരുന്നില്ല. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ വരണു. എന്നിട്ടും ഫ്ലവേഴ്സ് ക്രൂ കംപ്ലീറ്റ്ലി പറഞ്ഞു പോയി റെസ്റ്റ് എടുത്തു, ഇനി കണ്ടിന്യൂ ചെയ്യണ്ട. അപ്പോഴേക്കും പോയി കണ്ണിന്റെ അടിയൊക്കെ ടച്ച് ചെയ്ത് പുള്ളി മേക്കപ്പ് ഒക്കെ ഇട്ട് സെറ്റായി വീണ്ടും ഇതൊക്കെ എന്ത് തോക്കിന്റെ പാത്തി വന്ന് അടിച്ചോണ്ടെന്ന് ഈ ആഴ്ചയിൽ കറണ്ട് അടിക്കണ്ട. ശരി. ഇല്ലപ്പവും ജവാന്റെ പ്രൊമോഷൻ വന്നാണോ? അതാ ലക്ഷ്മി, ഇതൊക്കെ സംഭവിച്ചപ്പോഴും ഇവൻ അനങ്ങാതെ ഇവിടെ ഇരുന്നു. ഇവൻ ഞാൻ ആലോചിച്ചിട്ടില്ല, അവൻ ഇവിടെ വീണ് കിടക്കുന്നു, ഇവൻ അനങ്ങുന്നില്ല. ഞാൻ ചന്ദ്ര വേണ്ട, ചോര വേണ്ട, തല ഇറങ്ങി. ഇതുവരെ ഇവൻ ലെവലായില്ല. എന്നിട്ട് മട്ടാഞ്ചേരിയിലെ കൈമുറിഞ്ഞപ്പം അവൻ തലവെറ്റി വീണ്. എന്റെ കൈമുറിച്ചല്ല, അവനാ തലവെറ്റി വീണത്. ഇവൻ കൊതുകിനെ അടിച്ചത് ആ ചോര കണ്ടോ? ആ ചോര എന്ന് പറഞ്ഞ് വീഴുന്നവനവൻ. അവൻ അത്രയ്ക്ക് ധൈര്യം അവന്. സരസമ്മേ എന്തോ ഉടുതുണി ആരെന്തൊരു പറഞ്ഞാലും മാന്യമായി വസ്ത്രം ധരിച്ചിട്ടാ. ഉടുതുണി ശരിയാ. പെണ്ണുങ്ങളുടെ വേഷം ഇടുമ്പം പെണ്ണുങ്ങളെ പോലെ കുറച്ച് മറച്ചൊക്കെ ഇരിക്കണം. അത് വേണ്ട സഹോദരി, വേണം. പറഞ്ഞു കൊടുത്താൽ അവർ മനസ്സിലാവണ്ടേ. ശരി, അപ്പൊ രണ്ട് ജവാന്മാരും പോയിക്കോ. ആവശ്യത്തിലധികം ഞങ്ങൾ നിന്ന് ചീഞ്ഞിട്ടുണ്ട്. പോയിക്കോട്ടെ. അപ്പൊ ആയിക്കോട്ടെ. എന്തൊക്കെ കാണേണ്ടി വന്നു ചേച്ചി? അത് അല്ല, ഉടുതുണി എന്നൊക്കെ പറഞ്ഞ് അവിടെ നോബിക്ക് മര്യാദ പഠിപ്പിച്ച തുണി അഴിച്ചിട്ടോണ്ട് അപ്പോ രണ്ട് ടീമിനും ലൈക്ക് 1-1 ഇപ്പൊ ടൈ ആയിട്ടാണ് നിൽക്കണേ. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് റൗണ്ടിലേക്ക് പോവാണ്. വീണ്ടും ഒരു ഡിസ്ക്ലെയിമർ നിങ്ങൾക്കായിട്ട്. നിങ്ങളുടെ ബോഡിയാണ്, നിങ്ങളുടെ ഹെൽത്ത് ആണ്, നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളൂ. ടേക്ക് കെയർ. നമുക്ക് ഫൺ മാത്രം മതി. തമ്മിത്തല്ല പ്ലീസ്. അപ്പോഴേ നമ്മള് ഫൈനൽ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഉർവശി ചേച്ചിയുടെ അടുത്ത് ചോദിക്കട്ടെ, ഈ ടീമാണോ ജയിക്കുക, ആ ടീമാണോ ജയിക്കുക? ഒന്ന് കറക്കി കുത്തിയാലോ? അല്ല, നോബിയുടെ ടീം ജയിക്കുമോന്ന് എനിക്ക് തോന്നുന്നു. അതെന്താ തോന്നാൻ കാരണം? ട്യൂബ് പോലത്തെ കുറെ ആളുകൾ അവിടെ ഇരിക്കുന്നു. ഇവിടെ അനു ഇരിക്കുകയാണ്, നാലും കൽപ്പിച്ച് നിൽക്കില്ലയോ? അതെ. ഏത് കുഴിക്കാത്തോട്ട് വീഴാൻ പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടാൻ പറഞ്ഞാൽ എല്ലാം റെഡി. ടയറൊക്കെ വലിച്ച് എറിഞ്ഞ് ഒന്നും മൈൻഡ് ചെയ്യത്തില്ലല്ലോ. ഒരുപാട് കുഴി ചാടിച്ച് നല്ല പരിചയമുണ്ട്, അതുകൊണ്ട് അവർക്ക് വിഷയമല്ല അത്. എന്തായാലും അതുകൊണ്ടാ പറഞ്ഞു. നോക്കാം നമുക്ക്. ശരി, ഞാൻ പറഞ്ഞ അധികം ഇളകണ്ടാന്ന് ഞാൻ. ഡോക്ടർ എന്നാ പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞ നിന്നോട് മിണ്ടായിരിക്കാൻ. റെഡി? നമ്മളിപ്പോ കൗണ്ട് ഡൗൺ കൊടുക്കുകയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കൗണ്ട് ഡൗൺ പ്ലീസ്. 2, 1. കളിക്കണ്ട. കളിക്കാന്ന് പറഞ്ഞു, കുഴപ്പമില്ല. അതെ, പതുക്കെ. ഓ കൃഷ്ണ. ആ ഷൂ എടുക്ക, രണ്ട് ഷൂ എടുക്ക. വേണ്ട 2 ഷൂ എടുക്ക. ജിഷേട്ടാ ഒരെണ്ണം എടുക്കാൻ പറ്റുള്ളൂ. ഒരെണ്ണം പിന്നെ ചെന്നെടുക്കണം. ഇതെന്താ ആ ടീം വീക്കാണല്ലോ? അടുത്താണ്. ഇതെന്താ ജിഷേട്ടൻ മാത്രമല്ലോ? അത് തറവാടിത്തം. സെറ്റ് പോലെ ഇനി ജിഷേട്ടൻ റെസ്റ്റ് എടുക്കൂ, ബാക്കിയുള്ളവർ കളിക്കട്ടെ. ചാട് മോളെ. അത് തന്നെ. വെരി ഗുഡ്. ചിലങ്ക, ഈ കോംബോ പെണ്ണ് എന്നെ കിടന്ന് കാണിക്കണം. കോംബോ അത് കിടക്കണ വഴി തീർന്നു. ഞങ്ങളുടെയാണത്.
ഇവക്ക് എന്നാ പറ്റിയ ഇവർക്ക് വീട്ടിൽ സമാധാനം റെഡി. കളിക്കുന്നില്ല കേട്ടോ. ജിഷ്ണുചേട്ടൻ മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ആ ടീം സ്ട്രോങ്ലി ഉടായിപ്പ്. അല്ല, എടുത്തു വെക്കാൻ ഹെൽപ്പ് ചെയ്യാലോ. നിൽക്കുന്നു സരസ. അവിടെയാണോ സാധനം? അവിടെ അവിടെ ഇവിടെ ഓരോ ആ മാർക്ക് മോളെ പതുക്കെ മതിടി. അണ്ടർവെയർ എടുത്തുണ്ട് ഓർഡർ. ശ്രീലങ്ക ഒരു ടയറിനുള്ളിൽപ്പെട്ട. അടുത്ത് പിടിച്ചോ. എടാ നീ എന്തേ കാണിക്കണേ? ഓരോടും കൊടുത്തു നോക്കി. നിന്റെ താടിയിലെ ഡൈ ഞാൻ തൂത്തോളെ. എന്തോ മിസ്സിംഗ് ഉണ്ടല്ലോ. അനുവിന് അടിവസ്ത്രം ഉണ്ടോ കിട്ടാൻ? ഇതെന്നാണിക്കോ ഇത്? ഇതൊക്കെ എന്നാ കിടക്കണൊക്കെ? ഇതൊക്കെ നേരാണോ ഇതൊക്കെ? അനുവിന് അടിവസ്ത്രം കിട്ടാത്ത ബുദ്ധിമുട്ട്. ഇത് ചാടാൻ പറ്റില്ല. അവിടെ ചാടാൻ പറ്റില്ല. പുറകെ പറഞ്ഞിട്ട് ഫിനിഷേ ചാടരുത്. ഒരെണ്ണം വെക്കാം കൊച്ചേ. പോയി. എടാ ഇത് വെക്കല്ലേ. എടാ ഇത് അത് ഓർഡറായിട്ട് വെക്കുക അല്ലേ പണിയാ. പോയി ബിനീഷ് ബാസിൻ തുടരുത്. മാറി നിൽക്ക്. പോയി. ഇടത്തേക്ക് ഏറ്റടിയിലെ ശരിയാക്കി വെക്കട്ടെ. ഏറ്റടിയില് തലയിടാനായിട്ട് അങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടണ്ട. എന്താണ് ഇവിടെ? ആരാ കൊച്ച കിണറ്റി പോയ? എന്തായാലും പറ്റിയോ? എടാ അങ്ങനെ ചാടാൻ പറ്റില്ലെന്ന്. അങ്ങനെ ചാടാൻ പറ്റില്ല. കണ്ട അത് മര്യാദക്ക്. ഇനി എടുക്കാൻ പറ്റില്ല. എടാ ഇത് വെക്ക. ഓക്കെ ആക്കടാ. അവിടെ ഓക്കെ ആട്ടാ. തീർന്നു പരിപാടി. എനിക്കൊരു ചെരുപ്പ് കിട്ടിയിട്ടില്ല, ഒരു ഷൂ. അവിടെ എല്ലാം കഴിഞ്ഞു. ഉണ്ടുടുക്കാരാൻ വെള്ളം മാത്രമേ ഉള്ളൂ നമ്മുടെ ആട് തോന്നിക്കും. വേമ്പോ ഒന്നാലും വേണില്ല. വേമ്പോ ഞങ്ങളുടെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ കഴിഞ്ഞു. അടുത്തമ്മയുടെ വളൂരിപ്പോയി. എടാ നമ്മുടെ ഓക്കെ. അവിടെ നിൽക്കടി. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം. വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തക്കിലടി മേളം. ഇത് മാമല മേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്. കാടും മലയും പുഴയും കടന്ന് കേറി വരുന്നൊരു വള്ളിത്തേരാണേ. വെൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ, വെൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം. വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. ഇത് മാമല മേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്. കാടും മലയും പുഴയും കടന്ന് കേറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ, വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ.
അല്ലല്ല രണ്ട് ലാലേട്ടന്മാരെ അപ്പുറത്ത് നിൽക്കും ചൂടോടുകൂടി കമന്റ്സ് മേടിച്ചിട്ട്. പെർഫോമൻസ് എല്ലാവരുടെയും ഉഗ്രനായിരുന്നു. എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. ഒരാൾ പോലും അല്ലാതെ സഹകരിച്ചില്ല. ഇവരെല്ലാവരും. കാരണം ഞാൻ അനു ആണ് കൂടുതൽ ഒരു ഇതുള്ള ആളെന്ന് പറഞ്ഞപ്പം ബാക്കി എല്ലാവരും സ്മാർട്ടായി. നമ്മുടെ ആടുതോമ്മമാരെ എങ്ങനെ ഉണ്ടായിരുന്നു? അവര് ഉഗ്രനായിരുന്നു. പക്ഷെ ആടുതോമ്മയുടെ വീഴ്ചയായിരുന്നു അതെങ്ങനെ ഉണ്ടായിരുന്നു? ഇത്രയും സ്ലിപ്പറി ആയിട്ടുള്ള ഒരിടത്ത് ഇങ്ങനെ വരുമ്പോ പരിചയമില്ലാത്ത ഷൂ, അതല്ല വലിയ ഷൂ അതിട്ടോണ്ട് വരികയാണ്. പക്ഷെ എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങനെ അതാണ് സ്പിരിറ്റ്. അതുകൊണ്ടാ പറഞ്ഞത് ആ നിഷ്കളങ്കത, ആ നൈർമല്യം മനസ്സിന് വേണം. പൂവല്ല തെന്നിയത്, പൂവിന്റെ ഉള്ളിലത്തെ സ്ഥലം ഉണ്ടായിരുന്നു. തന്നെയാണ് അവള് വീണത്. ആദ്യം ഡയനയ്ക്കൊരു സ്പെഷ്യൽ കൈയടി കൊടുക്കണം കേട്ടോ. കൊണ്ടുപോയി അടിപൊളിയായിരുന്നു. കാരണം വീണ് കഴിഞ്ഞിട്ട് ചേച്ചി പറഞ്ഞ പോലെ വേണമെങ്കിൽ അവിടെ മാത്രല്ല ആ മാനറിസം ഒക്കെ സുന്ദരമായിട്ട് ചെയ്തു ലാലേട്ടന്റെ മാനറിസം ഒക്കെ. എനിക്ക് പേഴ്സണലി ഈ റൗണ്ടിനോട് കുറച്ചധികം ഇഷ്ടം കൂടിയിട്ടുണ്ട്. കാരണം ലാസ്റ്റ് മിനിറ്റ് ഗേൾസ് വന്നിട്ട് അവരുടെ ദ ബെസ്റ്റ് അവർ പെർഫോം ചെയ്തു. തീർച്ചയായിട്ടും കാണുമ്പോൾ എളുപ്പമായിരിക്കും, ചെയ്യുമ്പോൾ ഒരിക്കലും എളുപ്പമായിരിക്കും. വളരെ പ്രയാസമാണത്. അതെ, അതുകൊണ്ട് തന്നെ രണ്ട് ടീമിനും ഈക്വൽ പോയിന്റ്സ് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ഗെയിം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ഉണ്ണി അല്ലെങ്കിൽ ടയറുണ്ണി. കൺഗ്രാറ്റുലേഷൻ. മുനിയാണ്ടി പണ്ടാരങ്ങൾ മുറ്റത്തെത്താറായല്ലോ. അറുപട വീട് ഇത് തിരുമലമേട്. ഇനി അഗ്നിക്കാവടിയാടാ ഈ കനനിൽ നാഴിയൊരുക്കണ്ടേ. പൂപ്പട കൂട്ടാൻ ഇനി കൊട്ടടവട്ടം. വീരാളിക്കോലം ചുറ്റിക്കോമരമുണ്ടേ, വാടും പരിചയുണ്ടേ. പൂക്കില നാക്കില ആരുവിളക്ക് ചിലമ്പിൻ ചിലമ്പുമുണ്ടേ. അഞ്ചി കൊഞ്ചടി കൊഞ്ചടി കുറുമ്പി മുരുക ഹരോഹര വെലായുധ ഹരോഹര മുരുക ഹരോഹര വെലായുധ ഹരോഹര. അങ്ങനെ നമ്മുടെ സ്റ്റാർ മാജിക് ടീമിന്റെ ഇന്നത്തെ ഇവന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വീണ്ടും കാണാം അടുത്ത ഇവന്റിലും സ്റ്റാർ മാജിക്കിലും ഒക്കെ ആയിട്ട്.